പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ രാത്രി വാഴ്ത്തപ്പെടുമാറാകട്ടെ. അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന കർത്തദാസൻ പ്രിയ പി വി വർഗീസ് പാസ്റ്റർ, ഈ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന ജി തോമസ് പാസ്റ്റർ, അതുപോലെ ഞങ്ങളുടെ ഇന്നലെ ദൈവവചന ശുശ്രൂഷ അനുഗ്രഹീത കർത്തദാസൻ റജി കുമ്പഴ പാസ്റ്റർ, എനിക്ക് മുമ്പായി സാക്ഷ്യത്തിലൂടെ അനുഗ്രഹീതമായ നിലയിൽ കർത്താവിനെ ഉയർത്തിയ ഷിഹാബുദ്ദീൻ കർത്തദാസൻ, എന്നെ ഇവിടെ പരിചയപ്പെടുത്തിയ മിഷൻ ജ്യോതി ഗോസ്ബൽ ടീമിൻ്റെ അതിൻ്റെ എല്ലാമായ മാത്യു മല്ലശ്ശേരി പാസ്റ്റർ, മറ്റ് കർത്തദാസന്മാർ, എല്ലാവരുടെയും പേരെടുത്ത് പറയാൻ കഴിയുന്നില്ല. എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവർക്കും ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. അനുഗ്രഹീതമായ പാട്ടുപാടിയ പ്രിയപ്പെട്ടവർ, കുഞ്ഞുങ്ങൾ, ഇവിടെ ആയിരിക്കുന്ന ദൈവജനം, ഈ ഉച്ചഭാഷയുടെ പരിധിയിൽ ഞങ്ങളെ ശ്രമിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ദേശനിവാസികൾക്കും വീണ്ടും വരുന്ന ക്രിസ്തയേശുവിൻ്റെ ധന്യനാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. ഇന്നലെ മുതൽ ആരംഭിച്ച സുവിശേഷ ഈ യോഗങ്ങൾ ഏറ്റവും അനുഗ്രഹമായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നല്ലോ. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി ദേശത്ത് വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നെ പരിചയപ്പെടുത്തിയ മല്ലശ്ശേരി പാസ്റ്റർ ഇത്തിരിയൊക്കെ കയ്യിൽ നിന്നൊക്കെ ഇട്ട് പറഞ്ഞു, എങ്കിലും സ്തോത്രം, ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. നല്ല വാക്കുകൾക്ക് ഒത്തിരി നന്ദി പറയുന്നു. കർത്തദാസനോട് ചേർന്ന് നിരവധി തെരുവുകളിൽ കർത്താവിനെ ഉയർത്തുവാൻ, ഇതുപോലെയുള്ള സുവിശേഷ വേദികളിൽ, കൺവെൻഷൻ സ്റ്റേജുകളിലൊക്കെ കർത്താവിനെ ഉയർത്തുവാൻ ദൈവം ഒത്തിരി അവസരം തന്നിട്ടുണ്ട്. കർത്തദാസനിലൂടെ ദൈവം ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒത്തിരി ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തിന് നന്ദി കരേറ്റുന്നു. സമയത്തിൻ്റെ സ്തോത്രം വളരെ ചുരുക്കം നമ്മുടെ മുമ്പിലുണ്ട്. 9 മണിക്ക് നമ്മുടെ യോഗം അവസാനിപ്പിക്കണമെന്നാണ് പറഞ്ഞത്. മറ്റ് യാതൊരു മുഖവരകളുമില്ലാതെ വേഗത്തിൽ തിരുവചനത്തിൽ നിന്നൊരു വാക്യം വായിച്ച് അതിൽ നിന്ന് ചില കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവച്ച് ദൈവസന്നിധിയിൽ ഇരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യേശു ക്രിസ്തുവിനെ ഇന്ന് രാത്രിയിലും ഈ ദേശത്തിൻ്റെ നടുവിൽ ഉയർത്തുവാൻ ദൈവം നമുക്ക് അവസരങ്ങളെ നൽകുന്നല്ലോ. ചില വാക്യങ്ങൾ എന്നെ വായിച്ച് സഹായിക്കണം എന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് രാത്രിയിലെ വചന ചിന്തയ്ക്ക് ആധാരമായി യെശയ്യാവിൻ്റെ പുസ്തകം അതിൻ്റെ 9-ാം അധ്യായം 6-ാം വാക്യം ആരെങ്കിലും ഒരാൾ ശബ്ദമുയർത്തി വായിച്ചാട്ട്. യെശയ്യാവിൻ്റെ പുസ്തകം 9-ാം അധ്യായം 6-ാം വാക്യം. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും, ആധിപത്യം അവന്റെ തോളിലിരിക്കും, അവൻ അത്ഭുത മന്ത്രി, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, വീരനാം ദൈവം, നിത്യപിതാവ്, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേര് വിളിക്കപ്പെടും, സമാധാന പ്രഭു എന്ന പേർ വിളിക്കപ്പെടും. ഒരു നിമിഷം കണ്ണുകളടയ്ക്കാൻ ദിവസത്തിന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, കരുണയുള്ള കർത്താവേ, ദൈവ വചനവുമായി അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു. വചനത്തെ അങ്ങ് തന്നെ ഈ രാത്രി വിഭാഗിച്ച് തൻ്റെ ജനത്തിന് നൽകിക്കൊടുക്കണമെന്ന് അടിയൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ബലഹീനായ അടിയനെയും ദൈവം ബലപ്പെടുത്തണം, ശക്തീകരിക്കണം. വചനം അത് ക്രിയ ചെയ്യപ്പെടുന്ന ദൈവവചനത്തിൻ്റെ ആധികാരികത ഇന്ന് രാത്രി വെളിപ്പെടുവാൻ, അത് രോഗസൗഖ്യമായി, വിടുതലായി, അത് രക്ഷയായി ഇന്ന് രാത്രി ദൈവജനത്തിൻ്റെ നടുവിൽ, ദേശത്തിൻ്റെ നടുവിൽ അത് വെളിപ്പെട്ടു വരുവാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സന്തോഷമുള്ളവരൊക്കെ സ്തോത്രം ചെയ്താട്ട്. ഇന്ന് രാത്രി വളരെ സന്തോഷത്തോടെ ഇരിക്കണം. ദൈവവചനത്തെക്കുറിച്ച് വളരെ ആധികാരികമായി അറിയാവുന്ന അനുഗ്രഹീതരായ കർത്തൃദാസന്മാരൊക്കെയാണ് ഇവിടെയുള്ളത്. സ്തോത്രം. ഇന്ന് രാത്രി സ്തോത്രം ഈ ദൈവവചന ചിന്തയിലൂടെ നിങ്ങളുമായി ദേശത്തോട് പങ്കുവെക്കുന്നത് ക്രിസ്തുവിനെ കുറിച്ച് മാത്രമാണ്. മറ്റൊന്നും ഇന്ന് രാത്രി പറയാനില്ല. കാരണം സുവിശേഷം അത് യേശു ക്രിസ്തുവാണ്. സ്തോത്രം. ഒക്കെ സാധാരണ ചരിത്രമൊക്കെ എഴുതിയാൽ, ഒരു മനുഷ്യൻ്റെ ചരിത്രം എഴുതുമ്പോൾ ആ മനുഷ്യൻ്റെ ജനനം മുതലാണ് എഴുതുന്നത്. ഇപ്പം മാത്യു മല്ലശ്ശേരി പാസ്റ്റർ ചരിത്രമൊക്കെ എഴുതാൻ തുടങ്ങിയ, ഇങ്ങനെ വള്ളിക്കോട് എന്ന് പറയുന്ന ദേശത്ത് ഇന്ന സ്ഥലത്ത് ഇന്ന ആൾ ജനിച്ചുവെന്നും, ഇങ്ങനെ പിന്നെ അദ്ദേഹത്തിൻ്റെ ആ പ്രാരംഭം മുതലുള്ള കാര്യങ്ങളൊക്കെ എഴുതി അവസാനം നമ്മളിങ്ങനെ അദ്ദേഹത്തിൻ്റെ സുവിശേഷ ഭ്രാന്തിനെ കുറിച്ചൊക്കെ ഇങ്ങനെ വർണ്ണിച്ച് മനോഹരമായി ആ ചരിത്രമൊക്കെ എഴുതും. പക്ഷേ അത് ജനനം മുതലാണ് തുടങ്ങുന്നത്. എന്നാൽ നമ്മുടെ കർത്താവിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത്, സ്തോത്രം, ഹല്ലേലൂയ, സുവിശേഷകന്മാർ അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ പഠിക്കുമ്പോൾ, മത്തായി സുവിശേഷകൻ ആ ചരിത്രം എഴുതി തുടങ്ങുമ്പോൾ ഇങ്ങനെ എഴുതിയത്, തൻ്റെ വംശാവലി എഴുതി തുടങ്ങുന്നത് അബ്രഹാമിൻ്റെ പുത്രനായ, ദാവീദിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ വംശാവലി. അബ്രഹാം മുതലുള്ള ചരിത്രം മുതൽ യേശു ക്രിസ്തുവിൻ്റെ ചരിത്രത്തെ എഴുതാൻ ശ്രമിക്കുകയാണ്. ഇനി ലൂക്കോസ് സുവിശേഷകൻ അത് എഴുതി വന്നപ്പോൾ കുറച്ചുകൂടെ
അത് വംശാവലി അങ്ങോട്ട് അവസാനിപ്പിച്ചു വന്ന അവസാനത്തെ വാക്യത്തിനകത്ത് ഇങ്ങനെ എഴുതി, ആദാം ദൈവത്തിന്റെ മകനായിരുന്നു. അങ്ങനെ യേശുക്രിസ്തുവിന്റെ സുവിശേഷം ആദാം മുതൽ യേശുവിന്റെ ചരിത്രം എഴുതാൻ ശ്രമിച്ചു. എന്നാൽ യോഹന്നാൻ സുവിശേഷത്തിലേക്ക് വന്നപ്പോൾ ചരിത്രം വീണ്ടും മാറി. യോഹന്നാൻ സുവിശേഷത്തിൽ ഒന്നൊക്കെ തുടങ്ങി നമുക്കറിയാം, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. നോക്കിയേ, അവിടെ വചനം എന്ന് പറയുന്ന ലോഗോസ് എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് പദം അവിടെ പരിചയപ്പെടുത്തിക്കൊണ്ട് യേശു ക്രിസ്തുവിനെ ആദിയിലുണ്ടായിരുന്നവനായി, പൂർവാസ്തിക്യമുള്ള യേശു ക്രിസ്തുവിനെ കുറിച്ച് പൂർവകാല നിത്യത മുതൽ യേശു ക്രിസ്തുവിന്റെ ചരിത്രത്തെ രേഖപ്പെടുത്താൻ തുടങ്ങി. അപ്പോ നമുക്കൊന്നുമുള്ള ചരിത്രമല്ല യേശുക്രിസ്തുവിന്റെ ചരിത്രം. യേശുക്രിസ്തുവിന്റെ ചരിത്രം അങ്ങ് പൂർവകാല നിത്യതയിൽ തുടങ്ങി ഭാവികാല നിത്യത വരെ നീണ്ടു നിൽക്കുന്ന ചരിത്രമാണ് യേശുക്രിസ്തുവിന്റെ ചരിത്രം. നമുക്ക് വേദപുസ്തകത്തിനകത്ത് രണ്ട് ഭാഗമുണ്ടെന്ന് നമുക്കെല്ലാം അറിയാമല്ലോ. പഴയ നിയമമുണ്ട്, പുതിയ നിയമമുണ്ട്. പഴയ നിയമത്തിനകത്ത് ഉൽപ്പത്തി മുതൽ മലാഖി വരെയുള്ള പ്രവചന ഗ്രന്ഥങ്ങളായിട്ടാണ് നമ്മൾ അതിനെ അറിയപ്പെടുന്നത്. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനങ്ങളായി ആ ഭാഗത്ത് വേർതിരിക്കുന്നു. പുതിയ നിയമഭാഗം മത്തായി മുതൽ വെളിപ്പാട് വരെയുള്ള പുസ്തകങ്ങൾ ആ പ്രവചനത്തിന്റെ നിവൃത്തിയായും നമ്മൾ പഠിച്ചാൽ, ഈ പ്രവചന പുസ്തകങ്ങളിൽ അതിപ്രധാനമായ യേശുക്രിസ്തുവിന്റെ പ്രവചനങ്ങൾ കൊണ്ട് സമ്പുഷ്ടമായ ഗ്രന്ഥമാണ് യെശയ്യാവിന്റെ പുസ്തകം. ഞാൻ സമയത്തിൻ്റെ ചുരുക്കം കൊണ്ട് ഒത്തിരി അമിസ്തോത്രം ഇൻട്രൊഡക്ഷൻ ഒന്നും പറഞ്ഞു പോവുകയല്ല, വേഗത്തിൽ കാര്യത്തിലേക്ക് വരികയാണ്. അങ്ങനെ അമിസ്തോത്രം യേശുക്രിസ്തുവിനെ കുറിച്ച് ഇത്ര വ്യക്തമായ, യേശുക്രിസ്തുവിൻ്റെ ജനനം, ജീവിതം, യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷ, വീണ്ടും വരവ് തുടങ്ങി ക്രിസ്തുവിനെ കുറിച്ച് മനോഹരമായി വരച്ചു കാട്ടിയിരിക്കുന്ന പ്രവാചകനാണ് യെശയ്യാ പ്രവാചകൻ. ആ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 9-ാം അധ്യായം 6-ാം വാക്യത്തിനകത്ത് നമ്മുടെ കർത്താവിനെ കുറിച്ച് പറഞ്ഞ ഒരു പ്രവചന വാക്യമാണ് ഇന്ന് രാത്രി നമ്മൾ കുറിവാക്യമായി വായിച്ചത്. ആ കുറിവാക്യം ഒന്നും കൂടെ വായിക്കാമോ? നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. ഈ വാക്യത്തിനകത്തുനിന്ന് 3 പ്രവചനങ്ങൾ അതിനകത്തുണ്ട്. ഒന്നാമത്തെ പ്രവചനം ഇങ്ങനെയാണ്, നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു. രണ്ടാമത്തെ പ്രവചനം, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. മൂന്നാമത്തെ പ്രവചനം, ആധിപത്യം അവന്റെ തോളിലിരിക്കും. നല്ല സ്തോത്രം പറഞ്ഞാട്ടെ. ഈ 3 കാര്യങ്ങളാണ് ചുരുക്കമായി ഇന്ന് രാത്രി നിങ്ങളോട് പങ്കുവെച്ച് പ്രാർത്ഥിക്കുവാൻ ഞാൻ ആത്മാവിൽ ശരണപ്പെടുന്നത്. 3 കാര്യങ്ങൾ. 1, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. 3, ആധിപത്യം അവന്റെ തോളിലിരിക്കും. എന്നിട്ട് അതിനോട് ചേർന്ന് ഈ കർത്താവിനെ വിശേഷിപ്പിച്ചിരിക്കുന്ന ചില പദങ്ങളുണ്ട്. 1, അത്ഭുത മന്ത്രി. 2, വീരനാം ദൈവം. 3, നിത്യപിതാവ്. 4, സമാധാനത്തിന്റെ പ്രഭു. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനം പറഞ്ഞിട്ട് പറയുന്നു, ഈ യേശുക്രിസ്തുവിനെ വിളിക്കുന്ന 4 പേരുകൾ. ഒന്നാമത്തെ പേര് അത്ഭുത മന്ത്രി എന്നാണ് ആ പേര് പറയുന്നത്. ഈ അത്ഭുത മന്ത്രി എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ഈ മന്ത്രിസഭയിലൊക്കെ ഇരിക്കുന്ന മന്ത്രിമാരുടെ ചിന്തയാ വരുന്നത്. പക്ഷേ വേദപുസ്തകത്തിനകത്ത് വണ്ടർഫുൾ കൗൺസിലർ എന്നാണ് എഴുതിയിട്ടുള്ളത്. അതിശയകരമായ, അത്ഭുതവാനായ വഴികാട്ടിയാണ് യേശുക്രിസ്തു. യേശുക്രിസ്തുവിനെ പോലെ ഇത്രയും നല്ലൊരു ഗൈഡ്, യേശുക്രിസ്തുവിനെ പോലെ ഇത്രയും നല്ലൊരു കൗൺസിലർ, യേശുക്രിസ്തുവിനെ പോലെ ഇത്രയും നല്ലൊരു വഴികാട്ടി വേറെയില്ല. കാരണം ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇവിടെ ഇരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോടും ചോദിച്ചറിയാം, ജീവിതത്തിന്റെ പ്രതിസന്ധികളുടെ നടുവിൽ, പ്രതികൂലങ്ങളുടെ നടുവിൽ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ചിന്തിച്ച് തകർന്നുപോയി നിരാശപ്പെട്ട ജീവിതത്തിന്റെ എല്ലാ പ്രത്യാശയും അവസാനിച്ച സന്ദർഭങ്ങളിൽ നമ്മെ വഴി നടത്തിയ ഒരുവനുണ്ട്. അവന്റെ പേരാ നാസറേയനായ യേശുക്രിസ്തു. അവൻ അത്രേ അത്ഭുത മന്ത്രി. സ്തോത്രം. ഈ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഒരു ഇന്റർനാഷണൽ ജേർണലിസ്റ്റായ അറിയപ്പെടുന്ന മാത്യു ശമുവൽ, അദ്ദേഹത്തിന്റെ വീഡിയോയ്ക്കകത്ത് പെന്തക്കോസുകാരെ കുറിച്ച് മനോഹരമായ ഒരു വീഡിയോ ചെയ്തിരുന്നു. അദ്ദേഹം പെന്തക്കോസുകാരനൊന്നുമല്ല, പക്ഷെ പെന്തക്കോസുകാരെ കുറിച്ച് അദ്ദേഹം ഇങ്ങനെ എഴുതി: കേരളത്തിലെയും ഇന്ത്യയിലെയും ജയിലുകളിൽ നിന്ന് പുറത്തു വരുന്നവർ എങ്ങോട്ട് പോകണമെന്നുള്ളത് സമൂഹം ഒന്ന് ആലോചിക്കണമെന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു വീഡിയോ ചെയ്തിരുന്നു. നിങ്ങൾ എത്ര പേര് കണ്ടു എന്ന് എനിക്കറിയില്ല. 2 ആഴ്ചയുള്ള വീഡിയോ.
അതിനകത്ത് അദ്ദേഹം പറയുന്ന കാര്യം ഇങ്ങനെയാണ്: കേരളത്തിനകത്തും ഇന്ത്യക്കകത്തും പല ജയിലുകളിൽ നിന്നും പുറത്തു വരുന്ന പലരും ഇന്ന് നോർത്ത് ഇന്ത്യയിലും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും സുവിശേഷകന്മാരായി പ്രവർത്തിക്കുന്നു. ഇത് ഞാൻ പറഞ്ഞതല്ല. ഒരു ജേർണലിസ്റ്റ്, പെന്തക്കോസുകാരനല്ലാത്തൊരു ജേർണലിസ്റ്റ്, പ്രത്യേകിച്ച് അദ്ദേഹം അല്പം BJP അനുകൂലത്തോടെ വീഡിയോ ചെയ്യുന്ന മനുഷ്യനാണ്. ആ മനുഷ്യനാണ് അത്തരത്തിലൊരു പ്രസ്താവന. അദ്ദേഹം പറയുന്നു, ഞാൻ ഇതിനെക്കുറിച്ച് പഠിച്ചതാണ്. ഈ ജയിലുകൾക്കകത്ത് പോയി തകർന്നു കിടക്കുന്ന മനുഷ്യരോട് സുവിശേഷം അറിയിച്ച് അവരെ ഒരു പുതിയ മനുഷ്യനാക്കി മാറ്റി അവരെ സുവിശേഷ വേലയ്ക്ക് അയക്കുന്ന പ്രവർത്തനം ചെയ്യുന്നത് ഇവിടത്തെ പെന്തക്കോസ്തുകാരാണ്. ആർക്കും വേണ്ടാത്ത, എല്ലാവരാലും തള്ളപ്പെട്ട, വീട്ടുകാർ ഉപേക്ഷിച്ച, നാട്ടുകാർ ഉപേക്ഷിച്ച, എങ്ങോട്ട് മടങ്ങിപ്പോകണമെന്നറിയാതെ ജീവിതത്തിൽ നിരാശ ബാധിച്ച് തകർച്ചകളുടെ നടുവിൽ കിടക്കുന്ന പ്രിയപ്പെട്ടവരെ ജീവിതത്തിലേക്ക് വഴി നടത്തുന്ന ഒരു അത്ഭുത മന്ത്രി ഇന്നു രാത്രി ഇതിന്റെ നടുവിൽ വന്നിട്ടുണ്ട്. മാത്രം ഹല്ലേലൂയ. ഈ ശബ്ദപരിധിയിൽ ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഇന്ന് രാത്രി ഞങ്ങൾ വിളിച്ചു പറയുകയാ, നിങ്ങൾ നിരാശയുടെ നടുവിലാണോ, തകർച്ചയുടെ നടുവിലാണോ, നാളെയെക്കുറിച്ച് പ്രതീക്ഷയില്ലാതെ കണ്ണുനീരിന്റെ നടുവിലാണോ, നിങ്ങളുടെ ജീവിതത്തിന് പ്രതീക്ഷ നൽകുന്ന, നിങ്ങളുടെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരുന്ന, നിങ്ങളുടെ ജീവിതത്തിന് അർത്ഥം കൽപ്പിക്കുന്ന ഒരു അത്ഭുത മന്ത്രിയെ ഇന്ന് രാത്രി ഞങ്ങൾ ഇവിടെ ഉയർത്തുകയാ. ഫിലിപ്പിയ കാരാഗ്രഹത്തിനകത്ത് പ്രതീക്ഷ നഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ, നാളെ തന്റെ ജോലി നഷ്ടപ്പെടും, നാളെ താൻ വിസ്തരിക്കപ്പെടാം, തന്റെ മുമ്പിൽ വരാൻ പോകുന്ന ശിക്ഷ എന്താണെന്ന് അറിയില്ല, നിരാശയുടെ നടുവിൽ ആത്മഹത്യക്ക് തുനിഞ്ഞ ഒരു മനുഷ്യനോട് പൗലോസ് അപ്പോസ്തലൻ വിളിച്ചു പറയുകയാ, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് സാക്ഷ്യം പറയാറുണ്ടെന്നറിയാമോ? ആത്മഹത്യക്ക് വേണ്ടിയൊക്കെ ഇറങ്ങിത്തിരിച്ച പലരും നമ്മുടെ നടുവിലുണ്ടെന്നേ. എന്നാൽ അതിൻ്റെ നടുവിൽ ഈ യേശുവിൻ്റെ സുവിശേഷമാ നമ്മളെ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റിയത്. ഇന്നു പകൽ രാഷ്ട്രീയ പ്രസംഗങ്ങൾക്ക് ഒരു മനുഷ്യനെ മാനസാന്തരപ്പെടുത്താൻ കഴിയില്ല. എത്ര രാഷ്ട്രീയ പ്രസംഗം കേട്ടവരാ നമ്മൾ. സ്തോത്രം. രാഷ്ട്രീയക്കാർക്ക് വേണ്ടി ഒരുപാട് കൊടി പിടിച്ചിട്ടുണ്ട്, ഒരുപാട് അതിന് പുറകെ പോയിട്ടുണ്ട്. ഇന്ന് രാത്രി പറയട്ടെ, ഒരു രാഷ്ട്രീയ പ്രസംഗവും ഇന്നുവരെ ഒരു മനുഷ്യരെയും പുതിയ സൃഷ്ടിയാക്കിയിട്ടില്ല. ഒരു സാംസ്കാരിക പ്രസംഗവും ഒരുത്തനെയും പുതിയ സൃഷ്ടിയാക്കിയിട്ടില്ല. ഒരു മനുഷ്യനെ പുതിയ സൃഷ്ടിയാക്കി മാറ്റുന്ന ഏക സന്ദേശം അത് ഞങ്ങൾ ഉയർത്തുന്ന യേശു ക്രിസ്തുവിന്റെ സന്ദേശമാണ്. ഹിന്ദു എന്നില്ല, ക്രിസ്ത്യാനി എന്നില്ല, മുസൽമാൻ എന്നില്ല, ഏത് ജാതിയിൽപ്പെട്ടവനാകട്ടെ, ഏത് വർഗത്തിൽപ്പെട്ടവനാകട്ടെ, ഏത് ജീവിത അവസ്ഥയിൽപ്പെട്ടവരാകട്ടെ, സകലരെയും പുതു സൃഷ്ടിയാക്കി മാറ്റുന്ന ഒരേ ഒരു സന്ദേശം അത് ഞങ്ങൾ ഇവിടെ ഉയർത്തുന്ന അത്ഭുത മന്ത്രിയായ യേശു ക്രിസ്തുവിന്റെ സത്യസുവിശേഷമാണ്. രണ്ട്, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഓടിപ്പോവുകയാ. രണ്ടാമത് ആ ഭാഗത്ത് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന പേര് വീരനാം ദൈവം. വീരനാം ദൈവം. നമ്മുടെ കർത്താവ് ആരാണെന്നുള്ള ചോദ്യത്തിന് ലോകക്കാർക്ക് സംശയം കാണും, എന്നാൽ നമുക്കൊരു സംശയവും ഇല്ല, അവൻ സർവശക്തനായ ദൈവമാണ്. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്താട്ട്. അവന്റെ പേരാ എൽ ഷദായ്, സർവശക്തനായ ദൈവം. സകലത്തെയും സൃഷ്ടിച്ചവൻ, സകലത്തെയും ചവച്ചവൻ, സകലത്തെയും ഒരു വാക്കുകൊണ്ട് വിളിച്ചു വരുത്തിയവൻ, ഒന്നുമില്ലായ്മയുടെ നടുവിൽ നിന്ന് സകലത്തെയും ഉളവാക്കിയെടുത്ത ശക്തനായ ദൈവം. ഇന്ന് രാത്രി അവന് ചെയ്യാൻ കഴിയാത്ത ഒരത്ഭുതവും ഇല്ല, അവനെ കൊണ്ട് കഴിയാത്തതൊന്നുമില്ല. ഇവിടെ ഇരിക്കുന്നവരുടെ കയ്യിലൊക്കെ മൈക്ക് കൊടുത്താൽ പറയാനുണ്ട്, ദീർഘനേരം പറയാനുള്ള സാക്ഷ്യങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കുമുണ്ട്. സ്തോത്രം. നമ്മൾ ഒരുമിച്ചായി ഇന്ന് രാത്രി ശുശ്രൂഷിക്കുന്നത് ഒരു വ്യക്തിയുടെ അനുഗ്രഹിക്കപ്പെട്ടൊരു സാക്ഷ്യം ഇന്ന് രാത്രി നാം കേട്ടു. അതുമാത്രമല്ല, അതിനപ്പുറമുള്ള സാക്ഷ്യങ്ങൾ പറയാൻ കഴിയുന്ന പ്രിയപ്പെട്ടവർ ഇതിന്റെ നടുവിലിരിക്കുകയാ. ഇന്ന് രാത്രി പ്രതിസന്ധികളുടെ നടുവിൽ, ലോകത്ത് സകലരും നടക്കത്തില്ല എന്ന് പറയുന്ന വിഷയത്തിന്റെ നടുവിൽ ഇറങ്ങി വന്ന് പ്രവർത്തിച്ച സർവശക്തനായ ദൈവമോ നമ്മുടെ കർത്താവ്, നമ്മുടെ യേശു ക്രിസ്തു എന്ന് ഇന്ന് രാത്രി ഞങ്ങൾ ദേശത്തോട് വിളിച്ചു പറയുകയാ. അസാധ്യമെന്ന് നീ വിധി എഴുതി വെച്ചേക്കുന്ന വിഷയങ്ങളില്ലേ, നീ ക്ലോസ് ചെയ്ത് അടച്ചു വെച്ചേക്കുന്ന ഫയലില്ലേ, ഇനി അത് തുറക്കത്തില്ലെന്ന് നീ വിധി എഴുതി വെച്ചിരിക്കുന്ന വിഷയങ്ങളില്ലേ, നിന്റെ തലമുറയുടെ ചില വിഷയങ്ങൾ ഇനി നടക്കത്തില്ലെന്ന് പറയുന്ന വിഷയങ്ങളില്ലേ, ഇന്ന് രാത്രി ഞങ്ങൾ വിളിച്ചു പറയുന്നു, സർവശക്തനായ ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി ദേശത്തിന്റെ നടുവിൽ വെളിപ്പെടുകയാ. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഇന്ന് രാത്രിയിലും ചില അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോവുകയാ. ഈ ശബ്ദപരിധി കടന്നു ചെല്ലുന്ന സ്ഥലത്ത്, കുടുംബങ്ങൾക്കകത്ത് ചില അത്ഭുതങ്ങൾ ഇന്ന് രാത്രി അത് സംഭവിക്കുകയാ.
പോട്ടെ, വേഗത്തിൽ മുന്നോട്ട് വരാം. അടുത്ത വാക്യം പറയുന്നു, അവിടെ പറയുന്നിരിക്കുന്നവരും നിത്യപിതാവ്. അമിസ്തോത്രം. നമ്മുടെ കർത്താവ് നിത്യനായ ദൈവമാണ്. ആരംഭമില്ലാത്തവൻ, ആദ്യനും അന്ത്യനുമായവൻ, ആൽഫയും ഒമേഗയുമായവൻ, സൃഷ്ടിക്കപ്പെടാത്ത ഒരു ദൈവത്തെയാ നമ്മൾ ആരാധിക്കുന്നത്. ആരെങ്കിലുമൊക്കെ ആരാധിച്ച് ദൈവമാക്കിയ ഒരുവനെയല്ല, ആരെങ്കിലുമൊക്കെ ആരാധനാലയം പണിഞ്ഞ് അതിനകത്ത് കുടിയിരുത്തിയ ഒരു ദൈവത്തെയല്ല ഇന്ന് രാത്രി നാം ആരാധിക്കുന്നത്. ആദ്യവും അന്ത്യവുമായ, ആൽഫയും ഒമേഗയുമായ നിത്യനായ ദൈവമാണ് നമ്മുടെ കർത്താവ്. ഏതെങ്കിലും കഥകൾക്കകത്ത് ആരെങ്കിലുമൊക്കെ പറഞ്ഞതനുസരിച്ച് ചിത്രം വരച്ചോ രൂപമുണ്ടാക്കിയോ അതനുസരിച്ച് ഏതെങ്കിലുമൊക്കെ ആലയങ്ങൾ പണിഞ്ഞോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ആരാധിച്ച് ദൈവമാക്കിയ ഒരു ആൾ ദൈവത്തെ അല്ല ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത്. മറിച്ച് ദൈവമായിരുന്നവൻ, ദൈവത്തോടൊപ്പമായിരുന്നവൻ, ദൈവത്തിന്റെ സമത്വത്തിൽ വസിച്ച ദൈവപുത്രനായ ക്രിസ്തുവിനെ ഇന്ന് രാത്രി ഞങ്ങൾ ഇവിടെ ഉയർത്തുകയാണ്. ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു, ഇന്ന് രാത്രി ഞങ്ങൾ വരച്ചു കാട്ടുന്ന യേശു ക്രിസ്തു, യേശു ക്രിസ്തു നിത്യനായ ദൈവമാണ്. അടുത്ത വാക്യം പറയുന്നു, അവൻ സമാധാന പ്രഭുവാണ്. ഞാൻ അത് വിശദീകരിക്കാതെ ഇതിനകത്തിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കും അറിയാം, സമാധാനം നഷ്ടപ്പെട്ട ജീവിതത്തിനകത്ത് പ്രതീക്ഷയില്ലാതെ പോയി. ജീവിതത്തിൽ ഇനി എങ്ങനെ എൻ്റെ കുടുംബത്തിലൊരു സമാധാനം വരും, ഇനി ഞാനൊരു സമാധാനം എങ്ങനെ അനുഭവിക്കുമെന്ന് ചിന്തിച്ച് ജീവിതം തകർന്ന അനുഭവത്തിന്റെ നടുവിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടതുകൊണ്ടാ ഇന്ന് രാത്രിയിലും പ്രതിസന്ധി ഉണ്ടായിട്ടും പ്രശ്നമുണ്ടായിട്ടും വിഷയങ്ങൾ ഉണ്ടായിട്ടും സന്തോഷത്തോടെ ഇതിന്റെ നടുവിൽ നിന്ന് യേശുവിനെ ഉയർത്തുന്നതിന്റെ കാരണം അവൻ സമാധാന പ്രഭുവാണ്. നമ്മൾ പ്രസംഗിക്കുന്ന കർത്താവ് സമാധാന പ്രഭുവാണ്. മനുഷ്യനെ ദൈവത്തോട് ബന്ധിപ്പിച്ച സമാധാന പ്രഭു. മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നുപോയി ദൈവത്തോട് ബന്ധമില്ലാതിരുന്ന മനുഷ്യനെ ദൈവത്തോട് ബന്ധിപ്പിച്ച സമാധാന രാജാവ് നമ്മുടെ കർത്താവാണ്. മറ്റൊന്നിനും മനുഷ്യനെ ദൈവത്തോട് ബന്ധിപ്പിക്കാൻ കഴിയാതിരിക്കുമ്പോൾ മനുഷ്യനെ ദൈവത്തോട് ബന്ധിപ്പിച്ച ഏക വ്യക്തി, ഏക മധ്യസ്ഥൻ, അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തുവാണ്. നിലയും കർത്തദാസൻ ഏക മധ്യസ്ഥനെ കുറിച്ച് ഇവിടെ പറഞ്ഞായിരുന്നു. ഒരേ ഒരു മധ്യസ്ഥനെ നമുക്കുള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. കാരണം യേശു ക്രിസ്തു പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായിരുന്നു. ദൈവത്തിൽ നിന്ന് വന്ന മനുഷ്യൻ അവൻ യേശു ക്രിസ്തുവാണ്. ദൈവത്തെ കാണണോ? യേശുവിനെ കാണണം. മനുഷ്യന്റെ പൂർണ്ണത അറിയണോ? യേശുവിനെ അറിയണം. അതുകൊണ്ട് ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി ഒരുവനെയുള്ളൂ. അവൻ ഒരേ സമയം പൂർണ്ണ ദൈവവുമായിരുന്നു, പൂർണ്ണ മനുഷ്യനുമായിരുന്നു. പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായി ഒരാളെ ഈ ലോകത്ത് ആർക്കെങ്കിലും ചൂണ്ടിക്കാട്ടാൻ കഴിയുമെങ്കിൽ അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തുവാണ്. വേഗത്തിൽ ഞാൻ പറഞ്ഞ 3 കാര്യങ്ങളിലേക്ക് വരാം. ഞാൻ പറഞ്ഞല്ലോ, യേശു ക്രിസ്തു അവൻ അത്ഭുത മന്ത്രിയാണ്, വീരനാം ദൈവമാണ്, നിത്യപിതാവാണ്, സമാധാന പ്രഭുവാണ്. ഞാൻ പറഞ്ഞു 3 കാര്യങ്ങളാണ് ഇന്ന് രാത്രി ഞാൻ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്ന. സമയം ഇങ്ങനെ മുന്നോട്ട് ഓടിക്കൊണ്ടിരിക്കുക. വേഗത്തിൽ വരാം. അതിൽ ഒന്നാമത്തെ വിഷയമെന്ന് പറയുന്നത് പ്രവചനം എങ്ങനെയാണ്? നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു. ആർക്കും ഒരു സംശയവും ഇല്ല, അത് നമ്മുടെ യേശു കർത്താവിൻ്റെ ജഡാവതാരത്തെക്കുറിച്ചുള്ള പ്രവചനമാണ്. യേശു ക്രിസ്തു മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നു. സ്വർഗത്തിൽ ദൈവമായിരുന്നവൻ, ദൈവത്തോടൊപ്പമായിരുന്നവൻ, ദൈവത്തിൻ്റെ തേജസ്സിൽ വസിച്ചവൻ, മഹത്വത്തിൻ്റെ പൂർണ്ണതയിൽ വസിച്ചവൻ, സർവശക്തനായ, സർവജ്ഞാനിയായ, സർവവ്യാപിയായ, സ്വയംഭൂവായ, സകലത്തെയും സൃഷ്ടിച്ച ദൈവം, അത്ഭുത മന്ത്രിയായ, വീരനാം ദൈവമായ, നിത്യപിതാവായ, സമാധാന പ്രഭുവായ ദൈവം മനുഷ്യരൂപത്തിൽ, മനുഷ്യ ജഡത്തിൽ ഭൂമിയിലേക്ക് വന്നു. ദൈവം മനുഷ്യനായി തീർന്നു എന്നൊക്കെ പറഞ്ഞ പലർക്കും അതൊക്കെ വലിയ സംശയത്തിന്, അതൊക്കെ ശരിയാണോ? ദൈവം ഇങ്ങനെ മനുഷ്യനായി മനുഷ്യരൂപത്തിലൊക്കെ ഇറങ്ങി വരുമോ എന്നൊക്കെയാ ചോദിക്കുന്നത്. പലർക്കും ഇതൊക്കെ ഇടർച്ചക്കല്ല. മതത്തിന്റെ ചട്ടക്കൂടിനകത്ത് നിന്ന് നോക്കുന്നവർക്കൊക്കെ ഇത് ഇടർച്ചക്കല്ല. എന്നാൽ ഇതേപോലെ തന്നെ ഈ തത്വജ്ഞാനത്തിൻ്റെയൊക്കെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് ഇതിനെയൊക്കെ വീക്ഷിക്കുന്നവർക്ക് ഇതൊക്കെ ഒരു പോഷത്വമായിട്ടും തോന്നും. എന്നാൽ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, വിശ്വസിക്കുന്നവർക്ക് ഇതൊരു ദൈവശക്തിയാകയാൽ ഇന്ന് രാത്രി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാ. നമ്മുടെ കർത്താവ് മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നതാണ്. ഒന്നാമത്തെ വിഷയം എനിക്ക് ഇതിനോട് ബന്ധപ്പെടുത്തി സൂചിപ്പിക്കാനുള്ളത്, യേശു ഭൂമിയിലേക്ക് വന്നപ്പോ ചൂട് അടുത്തി പറഞ്ഞ ദൈവം ഭൂമിയിലേക്ക് അവതരിച്ചു. ദൈവം ഭൂമിയിലേക്ക് അവതരിച്ചപ്പോ ഒരുപാട് അവതാരമൊന്നുമില്ല, ഒരൊറ്റ അവതാരമേ ഉള്ളൂ. അവൻ മനുഷ്യനായിട്ടാണ് അവതരിച്ചത്. മൃഗമായിട്ട് അവതരിച്ചില്ല, പക്ഷിയായിട്ട് വന്നില്ല, കല്ലായിട്ട് വന്നില്ല, സ്വർണമായിട്ട് വന്നില്ല. യേശു ഭൂമിയിൽ വന്നത് മനുഷ്യനായിട്ടാണ് വന്നത്.
സ്തോത്രം, ഇങ്ങോട്ട് സ്തോത്രം പറയാവോ? ആ, അതാ നമ്മൾ പറയുന്ന യേശു ക്രിസ്തുവിന്റെ ജഡാവതാരത്തിന്റെ പ്രത്യേകത. ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്നു. എന്തുകൊണ്ട് ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്നു? ഒന്നാമത്തെ കാര്യം, ഒരു മനുഷ്യന് മാത്രമേ മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരം ചെയ്യാൻ കഴിയൂ. ഇവിടത്തെ മൃഗങ്ങൾക്കോ പക്ഷികൾക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഉരകജാതികൾക്കോ വൃക്ഷങ്ങൾക്കോ അല്ലെങ്കിൽ സ്വർണത്തിനോ കല്ലിനോ ഒക്കെ മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരം ചെയ്ത് മനുഷ്യനെ വീണ്ടെടുക്കാൻ കഴിയുമായിരുന്നെങ്കിൽ സ്വർഗത്തിലെ ദൈവം ഭൂമിയിൽ മനുഷ്യനായി അവതരിക്കില്ലായിരുന്നു. മറ്റൊരു രൂപത്തിലും മനുഷ്യന് വീണ്ടെടുക്കാൻ കഴിയാത്തത് കൊണ്ട് സ്വർഗത്തിൽ ദൈവമായിരുന്നവൻ മനുഷ്യരൂപത്തിൽ ഭൂമിയിലേക്ക് വന്നു. മനുഷ്യ സാദൃശ്യത്തിൽ ഭൂമിയിലേക്ക് വരുവാൻ ഇടയായി തീർന്നു. നിങ്ങളുടെ സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. എന്നാ അത് രണ്ടാമതൊരു വശം ഞാൻ പറയട്ടെ. ഒരു മനുഷ്യരെ മനസ്സിലാക്കാൻ കഴിയുന്നത് മനുഷ്യനെ മനസ്സിലാക്കാൻ കഴിയും. എൻ്റെ കണ്ണുനീര് കണ്ടിട്ട്, എൻ്റെ മനസ്സിൻ്റെ തകർച്ച കണ്ടിട്ട്, എൻ്റെ ഹൃദയത്തിൻ്റെ ആകുലത കണ്ടിട്ട് എന്നെ മനസ്സിലാക്കുവാനും എന്നെ ഉൾക്കൊള്ളാനും കഴിയുന്നത് ഒരു മനുഷ്യന് മാത്രമേ കഴിയൂ. വീട്ടിലെ പട്ടിയുടെ അടുത്ത് ഞാൻ സങ്കടം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? നിങ്ങളാരും മിണ്ടുന്നില്ല. അല്ലെങ്കിൽ പോയിട്ടൊരു അമ്മ പൂച്ചയുടെ അടുത്തോ അല്ലെങ്കിൽ വീട്ടിലെ പശുവിൻ്റെ അടുത്തോ, ഇപ്പം പശുവൊക്കെ വലിയ പുള്ളികളാണല്ലേ, പശുവിൻ്റെ അടുത്തൊക്കെ ചെന്നിട്ട് എൻ്റെ സങ്കടം പറഞ്ഞിട്ട് പശു എൻ്റെ സങ്കടം മനസ്സിലാക്കൂ? നിങ്ങൾ മിണ്ടുന്നില്ല. അപ്പം മനുഷ്യന്റെ സങ്കടം മനസ്സിലാക്കുവാൻ, മനുഷ്യന്റെ ആകുലത മനസ്സിലാക്കുവാൻ, മനുഷ്യന്റെ കഷ്ടത മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരേ ഒരു വ്യക്തി മനുഷ്യൻ മാത്രമാണ്. അതുകൊണ്ടാ ദൈവം മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ ഈ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു നമ്മുടെ കഷ്ടത അറിയുന്ന, നമ്മുടെ കണ്ണുനീരറിയുന്ന, നമ്മുടെ സങ്കടങ്ങൾ അറിയുന്ന, നമ്മെ മനസ്സിലാക്കുന്ന, നമ്മെ നന്നായി അറിയുന്ന ഒരു നല്ല കർത്താവിനെയാ ഇന്ന് രാത്രി ഇവിടെ ഉയർത്തുന്നത്. അതുപോട്ടെ, ഈ വസ്തുവകയായിട്ട് വന്നാലോ, ഒരു പാറയുടെ മുമ്പിൽ പോയി നിന്നുകൊണ്ട് ഞാൻ പറയുക, അയ്യോ എൻ്റെ സങ്കടം മൊത്തം പാറ എടുത്ത് പറഞ്ഞിട്ട് പോകാന്നുള്ള അല്ലാതെ പാറ വല്ലതും പ്രതികരിക്കൂ? നീ ഒരു വൃക്ഷത്തിന്റെ ചൂട്ടിൽ ചെന്നിട്ട് എൻ്റെ സങ്കടം മുഴുവൻ വൃക്ഷത്തോടങ്ങ് പറയുക. പിന്നെ എന്തെങ്കിലുമൊക്കെ തുണിയൊക്കെ കൊണ്ട് വൃക്ഷത്തിൽ ഞാൻ കെട്ടിയിട്ട് ഞാൻ ഒന്നും മിണ്ടുന്നില്ല പോട്ടെ. ഇനി എന്തോ ചെയ്താലും എൻ്റെ സങ്കടം കേൾക്കാൻ വൃക്ഷത്തിന് കഴിയില്ല, എൻ്റെ സങ്കടം കേൾക്കാൻ മൃഗങ്ങൾക്ക് കഴിയില്ല, എൻ്റെ സങ്കടം കേൾക്കാൻ ഇപ്പം ഭയങ്കര വിലയുള്ള സാധനമില്ലയോ സ്വർണം. ഇന്ന് വാർത്ത കണ്ട 70,000 രൂപയായെന്നാ. നീ കുറെ സ്വർണം എടുത്തു വെച്ചിട്ട്, വില കൂടിയ സാധനമില്ലയോ, എടുത്തു വെച്ചിട്ട് എൻ്റെ സങ്കടം പറഞ്ഞ സ്വർണം എന്നെ സങ്കടം തീർത്തു തരത്തില്ല. നമ്മുടെ സങ്കടങ്ങൾ അറിയുന്ന, നമ്മുടെ കഷ്ടമറിയുന്ന, നമുക്ക് സദൃശരായി ഭൂമുഖത്തേക്ക് വന്ന ഒരുവനുണ്ട്. അതാ ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു. കണ്ട് ഇനി അടുത്ത വിഷയം, ക്രിസ്തു ഭൂമിയിലേക്ക് വന്നു. അവൻ ശിശുവായി ഭൂമിയിൽ ജനിച്ചു. പക്ഷേ ജനിച്ചത് കൊട്ടാരത്തിലൊന്നുമില്ല. യേശു യഹൂദന്മാരുടെ രാജാവായി ഭൂമുഖത്ത് വന്നവനാ. പക്ഷേ ജനിച്ചത് കൊട്ടാരത്തിലല്ല ജനിച്ചത്. യേശു ഭൂമിയിലേക്ക് വന്നു. യേശു ധനവാനാണ്, സകല സമ്പത്തിൻ്റെയും ഉടയവനാണ്. പക്ഷേ ധനവാന്റെ വീട്ടിലല്ല യേശു ജനിച്ചത്. നിങ്ങളൊന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. തച്ചപ്പണി ചെയ്യുന്ന യോസഫിന്റെ വീട്ടിനകത്ത് വഴിയമ്പലത്തിൽ ഇടയില്ലാത്തത് കൊണ്ട് അവനെ അമ്മ പ്രസവിച്ച് എന്തോ ശീലകൾക്കകത്ത് ചുറ്റി എവിടെ കൊണ്ട് കിടത്തി, പുൽത്തൊട്ടി കിടത്തി എന്നൊക്കെയാണ് നമ്മൾ വായിക്കുന്നത്. എന്തുകൊണ്ടാ യേശു രാജാവായിരുന്നിട്ടും കൊട്ടാരത്തിൽ ജനിക്കാതിരുന്നിട്ട്, സമ്പന്നനായിട്ടും സമ്പന്നന്മാരുടെ കുടുംബത്തിൽ ജനിക്കാതിരുന്നത്? അല്ലെങ്കിൽ ജ്ഞാനിയായിട്ടും, അവനെപ്പോലെ ജ്ഞാനമുള്ള, അവനെപ്പോലെ പരിജ്ഞാനമുള്ള വേറെ ആരും ഇല്ലെന്നേ, അത്രയും ജ്ഞാനമുള്ളവൻ, എന്നാൽ അവൻ ജനിച്ചത് ജ്ഞാനികളുടെ കുടുംബത്തിലല്ല. സ്തോത്രം. എന്തുകൊണ്ടാണെന്നറിയാമോ? അവൻ അങ്ങനെ കൊട്ടാരത്തിലോ വല്ല സമ്പന്നന്മാരുടെ വീട്ടിലോ ജ്ഞാനികളുടെ വീട്ടിലോ ഒക്കെയാ ജനിച്ചിരുന്നെന്നുണ്ടെങ്കിൽ ഇടയന്മാർക്കും ഈ പറയുന്നത് പോലെ മുക്കുവന്മാർക്കും നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്കും അവൻ്റെ അടുക്കലേക്ക് പോകാൻ കഴിയില്ലായിരുന്നു. ഇന്ന് രാത്രി സകല മനുഷ്യനും ജാതി മത ഭേദ വ്യത്യാസമില്ലാതെ, അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള തൊഴിലുകൾ കൊണ്ട് വേർതിരിച്ചിരിക്കുന്ന ചാതുർവർണ്ണ്യത്തിന്റെ വ്യവസ്ഥകളില്ലാതെ ഏത് സമയത്തും ഓടിയെടുക്കാൻ കഴിയുന്ന ഏക വ്യക്തി ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തുവാണ്. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി മറ്റു ചില വിഷയങ്ങൾ കൂടി യേശു ക്രിസ്തുവിന്റെ ജനനത്തോടുകൂടി നിങ്ങളോട് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. മറ്റൊന്ന്, യേശു ക്രിസ്തു ഈ പല ദൈവ സങ്കല്പങ്ങൾക്കകത്ത് നമ്മൾ പഠിക്കുമ്പോൾ ഇങ്ങനെ യൗവനക്കാരനായിട്ടൊക്കെ ഭൂമി ജനിച്ചവരെ കുറിച്ചൊക്കെ ചില സങ്കല്പങ്ങളൊക്കെ പറയുന്നു. നമ്മുടെ കർത്താവ്
ഒരു യൗവനക്കാരനായിട്ട് ഒരു ദിവസം ഇങ്ങനെ പൊട്ടിമുളച്ചിങ്ങോട്ട് ഭൂമിയിലോട്ട് ഇറങ്ങി വന്ന വ്യക്തിയൊന്നുമല്ല. സ്തോത്രം. ദൈവം ഭൂമി വന്നപ്പോ ഈ ആരുടെയെങ്കിലും സഹായമില്ലാതെ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്ത, ആരുടെയെങ്കിലും സഹായമില്ലാതെ ജീവൻ നിലനിർത്താൻ കഴിയാത്ത ഒരു ശിശുവായിട്ട് ഭൂമിയിൽ ജനിക്കേണ്ടെന്ന കാര്യമൊന്നുമില്ലായിരുന്നു. ഒരു യൗവനക്കാരനായിട്ട് നല്ല ആരോഗ്യമുള്ള ദൃഢഗാത്രനായ ഒരു വ്യക്തിയായിട്ട് ഭൂമിയിലേക്ക് വരാമായിരുന്നു. എന്നാൽ നമ്മുടെ കർത്താവ് എങ്ങനെ വന്നേന്നറിയാമോ? ഒരു ശിശുവായി. ഒരു ശിശു തികയ്ക്കേണ്ടുന്ന ഗർഭകാലം തികച്ച് ഒരു കന്യകയുടെ ഉദരത്തിൽ നിന്ന് നമ്മുടെ യേശു കർത്താവ് ഭൂമുഖത്തേക്ക് ജനിക്കുവാൻ ഇടയായി തീർന്നു. നമ്മളൊക്കെ കടന്നു വന്ന വഴികളിലൂടെയാ നമ്മുടെ കർത്താവും കടന്നു വന്നത്. എന്ന അവന്റെ ജനനത്തിനൊരു പ്രത്യേകതയുണ്ടായിരുന്നു. അതും യേശയ്യാവ് തന്നെയാ പ്രവചിച്ചത്. യേശയ്യാവ് അവനെ കുറിച്ച് പ്രവചിച്ചു, കന്യക ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. നമ്മുടെ ജനനവും യേശുവിന്റെ ജനനവും തമ്മിൽ ഉണ്ടായിരുന്ന വ്യത്യാസം ഇത്രയേ ഉള്ളൂ. നമ്മളൊക്കെ ഒരു കുടുംബത്തിൽ പുരുഷ സ്പർശമേറ്റു ജന്മം പ്രാപിച്ചെങ്കിൽ എന്റെ യേശു കർത്താവ് ഭൂമിയിൽ ജനിച്ചത് ഒരു കന്യകയിൽ നിന്ന് ജനിപ്പാനിടയായി. പ്രകൃതിയുടെ നിയമങ്ങൾക്ക് വിരുദ്ധമായി ഇന്നുവരെ ലോക ചരിത്രത്തിൽ ഒരു ശാസ്ത്രത്തിനും തെളിയിക്കാൻ കഴിയുന്നതിനപ്പുറമായി ഒരു അത്ഭുത ജനനമായി ഒരു കന്യകയിൽ നിന്ന് യേശു ജനിക്കുവാനിടയായി തീർന്നു. സ്തോത്രം. മാത്രമല്ല, യേശു ഭൂമിയിൽ ജനിച്ചത് ഒരു കന്യകയിൽ നിന്നാണ്. ഈ കന്യകയെ തെരഞ്ഞെടുത്തതാണ് അതിനേക്കാൾ വലിയ കാര്യം. മറിയം എന്ന് പറയുന്ന, നസ്രത്ത് എന്ന് പറയുന്ന കൊച്ചു പട്ടണത്തിലെ കന്യകയായ മറിയത്തെ ദൈവം ഇതിനായി നിയോഗിച്ചു. സർവശക്തനായ ദൈവത്തെ ഉദരത്തിൽ വഹിക്കുവാൻ മറിയത്തെ ദൈവം നിയോഗിച്ചു. വേദപുസ്തകത്തെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ലാത്ത നമ്മുടെ സഹോദരങ്ങൾ പറയുന്നത് അത് മറിയത്തിന്റെ നന്മ കൊണ്ടെന്നാ പറയുന്നത്. അവരിങ്ങനെ പറയുന്നത് നന്മ നിറഞ്ഞ മറിയമേ എന്നൊക്കെ അവർ പറയുന്നത്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നിങ്ങൾ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം നന്നായിട്ടൊന്ന് പഠിച്ചു നോക്കണം കേട്ടോ. മറിയത്തിന്റെ എന്തെങ്കിലും ഒരു നന്മ കൊണ്ടല്ല മറിയത്തെ ദൈവം തെരഞ്ഞെടുത്തത്. മറിയത്ത് നമ്മളെപ്പോലൊരു വ്യക്തിയായിരുന്നേ. നമ്മളെപ്പോലെ ഒരു കുടുംബത്തിനകത്തൊരു സാധാരണ സ്ത്രീ ആയിരുന്നു മറിയം. എന്നാ ലോകരക്ഷിതാവായി യേശു ക്രിസ്തുവിന് ജന്മം കൊടുക്കുവാൻ ദൈവം മറിയത്തെ തെരഞ്ഞെടുത്തതിനെ കുറിച്ച് ഗബ്രിയേൽ ദൂതൻ പറയുന്നു, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. മറിയം യേശുവിന്റെ അമ്മയായി മാറിയതിന് മറിയത്തിന്റെ യോഗ്യത ഒന്നേ ഉള്ളൂ, അവളുടെ മേൽ ലഭിച്ച കൃപയാണ്. എത്ര പേർക്ക് ഇന്ന് രാത്രി സ്തോത്രം ചെയ്യാൻ കഴിയും? ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയട്ടെ, മറിയത്തിന്റെ യോഗ്യത കൊണ്ടല്ല, മറിയം നടത്തിയ തീർത്ഥാടനം കൊണ്ടല്ല, മറിയം നടത്തിയ പുണ്യപ്രവൃത്തി കൊണ്ടല്ല, മറിയം നടത്തിയ ഏതെങ്കിലുമൊക്കെ കർമാചാരങ്ങൾ കൊണ്ട് ദൈവം തെരഞ്ഞെടുത്തതല്ല. അതിനപ്പുറം ദൈവത്തിന്റെ കൃപയാൽ യോഗ്യതയില്ലാതിരുന്ന സ്ഥാനത്തുനിന്ന് മറിയത്തിന്റെ ആ കാലയളവിൽ എത്രയോ അനുഗ്രഹിക്കപ്പെട്ട കന്യകമാർ ഉണ്ടായിരുന്നിട്ടും അവരെ തെരഞ്ഞെടുക്കാതെ മറിയത്തെ തെരഞ്ഞെടുത്തത് ദൈവത്തിന്റെ കൃപയാലാണെങ്കിൽ ഈ കാലയളവിൽ ഈ കർത്താവിന് സാക്ഷ്യം വഹിപ്പാൻ നമ്മളെ അവൻ തെരഞ്ഞെടുത്തത് നമ്മുടെ യോഗ്യത കൊണ്ടല്ല, നമ്മുടെ കുടുംബ മഹിമ കൊണ്ടല്ല, നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ടല്ല, നമ്മുടെ ജോലിയുടെ പ്രത്യേകത കൊണ്ടല്ല, നമ്മുടെ കഴിവ് കൊണ്ടല്ല, അതിനപ്പുറത്ത് ദൈവത്തിന്റെ കൃപയാകയാൽ രാത്രി നമ്മെ ദൈവം തിരഞ്ഞെടുത്തത് ദൈവത്തിന്റെ കൃപയാലാണ്. കൃപയാൽ ഈ വിശ്വാസത്തിലേക്ക് വരുവാൻ, കൃപയാൽ കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ, കൃപയാൽ കർത്താവിന് സാക്ഷ്യം വഹിക്കുവാൻ, കൃപയാൽ രക്ഷയുടെ അനുഭവത്തിനകത്ത് ഉറച്ചു നിൽക്കുവാൻ, കൃപയാൽ പ്രത്യാശയോടെ തിരുമുഖത്തേക്ക് നോക്കി അവന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുവാൻ ദൈവം നമുക്ക് നൽകിയ ആ വലിയ കൃപയെ ഓർത്ത് ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. സമയം മുന്നോട്ട് പോകുന്നല്ലോ. മറ്റൊരു കാര്യം കൂടി ഞാൻ പറയട്ടെ. യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നു. ഈ യേശുവിന്റെ ശരീരത്തിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടായിരുന്നു? യേശുവിന്റെ സൗന്ദര്യത്തെക്കുറിച്ചൊക്കെയുള്ള നമ്മുടെ ചിന്ത എന്താണ്? പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയട്ടെ, നമുക്കൊക്കെ പലപ്പോഴും ഈ പലരും വരച്ചു വെച്ചേക്കുന്ന പടവും ചിത്രങ്ങളും ഒക്കെ കാണുമ്പോൾ നമ്മൾ യേശുവിന്റെ പടത്തിന്റെ സൗന്ദര്യം, എത്ര മനോഹരമായ സൗന്ദര്യമുള്ള വ്യക്തിയായിട്ടാണ് യേശുവിനെ കാണുന്നത്. എന്നാൽ യേശയ്യാ പ്രവാചകൻ 53-ാം അധ്യായത്തിനകത്ത് 2-ാം വാക്യം, നമ്മൾ കർത്തൃമേശയ്ക്കൊക്കെ വായിക്കുന്ന വാക്യമാണ്. അവിടെ എന്താ എഴുതിയിരിക്കുന്നറിയാമോ? ഒന്ന് വായിക്കാവോ അത്? അവൻ ഇളയ തൈ പോലെയും വരണ്ട നിലത്ത് നിന്ന് വേർ മുളയ്ക്കുന്നത് പോലെയും അവന്റെ മുൻപാകെ വളരും. അവന് രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവുമില്ല.
അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടു. മതി നോക്കിയേ, 3 കാര്യങ്ങളാണ്. അവന് കോമളത്വമില്ല, രണ്ടാമത് പറഞ്ഞത് രൂപഗുണമില്ല, ആഗ്രഹിക്കത്തക്ക സൗന്ദര്യമില്ല. ഇത് ഞാൻ പറഞ്ഞു വരുമ്പോൾ ഇത്തിരി സംശയം തോന്നും. ഇത് മൊത്തം പറഞ്ഞ് വന്നിട്ട് നിങ്ങൾക്ക് പറയുമ്പോൾ മനസ്സിലാവും. നമ്മുടെ കർത്താവിനെ പ്രത്യേകിച്ച് സൗന്ദര്യമൊന്നും ഇല്ലായിരുന്നു. കാണാൻ ആരെ പോലെ ഇരിക്കുമെന്ന് ചോദിച്ചാൽ ഞാൻ പറയും എന്നെ പോലെ ഇരിക്കുന്നു. യേശു കർത്താവ് ആരെ പോലെ ഇരുന്നു? എന്നെ പോലുള്ള മൂക്ക്, എന്നെ പോലുള്ള ചെവി, എൻ്റെ നിറം ഒക്കെയാണ്. മാത്യു വലശ്ശേരി പാസ്റ്റർ പറയും മാത്യു വലശ്ശേരി പാസ്റ്ററെ പോലെ യേശു ഇരുന്നേന്ന്. സ്തോത്രം. നമ്മുടെ യേശു കർത്താവിന് പ്രത്യേകിച്ച് തൻ്റെ ശരീരത്തിനകത്ത് പ്രത്യേകിച്ച് പ്രത്യേകതയൊന്നും ഇല്ലായിരുന്നു എന്നാ ഇവിടെ വായിക്കുമ്പോൾ അറിയുന്നത്. സ്തോത്രം. ഇന്ന് കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ സ്ഥിതിയൊക്കെ വ്യത്യസ്തമാണേ. ഇന്ന് അവരെയൊക്കെ കണ്ടാൽ നമ്മൾ തിരിച്ചറിഞ്ഞില്ലെങ്കിലേ ഉള്ള അതിശയം. മുടിയില്ലാത്തവരൊക്കെ വിഗ് വെച്ചോണ്ടാണ് നടക്കുന്നത്. പിന്നെ മുടി വെളുത്തുപോയാൽ പിന്നെ എവിടെയൊക്കെ ഇട്ട് തേച്ച് കറുപ്പിക്കുമെന്നും അറിയാൻ വയ്യ. എത്ര വില കൂടിയ വസ്ത്രങ്ങളാണെന്ന് നമുക്കറിയത്തില്ല. പോട്ടെ, ഞാൻ അതിലേക്കല്ല വരുന്നത്. എന്നാൽ നമ്മുടെ കർത്താവിനെ തിരിച്ചറിയാൻ ഒക്കത്തില്ലായിരുന്നു. നമ്മുടെ കർത്താവ് വലിയ സെലിബ്രിറ്റി ഒന്നും അല്ലായിരുന്നു. ഇന്നത്തെ സുവിശേഷ പ്രസംഗരൊക്കെ സെലിബ്രിറ്റികളാണ്. സ്തോത്രം. നമ്മൾ സമുദായക്കാരൊക്കെ ഒരു കാലത്ത് കുറ്റം പറഞ്ഞിരുന്നെങ്കിൽ ഇന്നിപ്പം അതിനപ്പുറമാണ് നമ്മുടെ കൂടെയുള്ളവർ. പോട്ടെ, എവിടെ നിന്നാലും തിരിച്ചറിയും. പക്ഷേ നമ്മുടെ കർത്താവിനെ തിരിച്ചറിയാൻ പോലും ഒക്കത്തില്ലായിരുന്നു. ശിഷ്യന്മാരുടെ കൂടെ നടക്കുന്ന കർത്താവിനെ ആ കൂട്ടത്തിൽ യേശു ആരാന്ന് തിരിച്ചറിയാൻ ഒക്കത്തില്ലായിരുന്നു. യഹൂദ നാട്ടിൽ ഇത്രയേറെ അത്ഭുതങ്ങൾ ചെയ്ത, അടയാളങ്ങൾ ചെയ്ത യേശു ക്രിസ്തുവിനെ സേവകന്മാർക്കും പട്ടാളക്കാർക്കും പുരോഹിതന്മാർക്കും മഹാപുരോഹിതനും തിരിച്ചറിയാൻ കഴിയില്ലായിരുന്നു. അതുകൊണ്ടാ 30 വെള്ളിക്കാശ് വെറുതെ ചെലവഴിച്ചത്. യൂദായെ വിളിച്ചിട്ട് 30 വെള്ളിക്കാശ് കൊടുത്തിട്ട് പറഞ്ഞ് നീ കാട്ടിത്തരണം, കാരണം ഞങ്ങൾ പോയാ ആ കൂട്ടത്തിലുള്ള ആരാന്ന് കണ്ടുപിടിക്കാൻ ഒക്കത്തില്ല. നിങ്ങളൊന്ന് സ്തോത്രം പറയാമോ? ഹല്ലേലൂയ. യേശു കർത്താവിന്റെ വസ്ത്രത്തിൽ ഒരു പ്രത്യേകതയില്ലായിരുന്നു. യേശു കർത്താവിന്റെ ഹെയർ സ്റ്റൈലിന് ഒരു പ്രത്യേകതയില്ലായിരുന്നു. യേശു കർത്താവിന്റെ മറ്റ് ഒരു തരത്തിലും ശിഷ്യന്മാരുടെ ഒരു പ്രത്യേകതയില്ലായിരുന്നു. യേശുവിന്റെ ശിഷ്യന്മാരൊക്കെ നടക്കുന്ന നടപ്പൊക്കെ കണ്ട അംശവടി, പിന്നെ ഏതൊക്കെ കളർഫുൾ ആയിട്ടുള്ള വസ്ത്രങ്ങൾ, പിന്നെ വില കൂടിയ വാഹനം, ഇങ്ങനെ പലതരത്തിലാണ് ഇന്നത്തെ ശിഷ്യന്മാരുടെയൊക്കെ പോക്ക്. എന്നാൽ നമ്മുടെ യേശു കർത്താവിനെ തിരിച്ചറിയാൻ ഒരു മാർഗവും ഇല്ലായിരുന്നു എന്ന് അവൻ നമ്മെപ്പോലെ നമുക്ക് സദൃശനായി നാം ഏത് രൂപത്തിലായിരിക്കുന്നുവോ അതേ രൂപത്തിൽ ഭൂമിയിലേക്ക് വന്നവനാ നമ്മുടെ കർത്താവ്. ഇന്ന് നമ്മുടെ ആൾ ദൈവങ്ങളൊക്കെ നാട്ടിലുണ്ടല്ലോ. പലരുടെ ഹെയർ സ്റ്റൈൽ കൊണ്ട് തിരിച്ചറിയാം, വസ്ത്രം കൊണ്ട് തിരിച്ചറിയാം, അല്ലെങ്കിൽ അവരുടെ അകമ്പടികളെ കൊണ്ട് തിരിച്ചറിയാം, പലതുകൊണ്ടും തിരിച്ചറിയാം. എന്നാൽ നമ്മുടെ കർത്താവിനെ അങ്ങനെ തിരിച്ചറിയാൻ കഴിയില്ലായിരുന്നു. എന്ന ഉത്തമഗീതത്തിലേക്ക് വരുമ്പോൾ യേശുവിനെ കുറിച്ചുള്ള വർണ്ണന ഭയങ്കരമാണ് കേട്ടോ. അവിടെ പറയുന്നത് താഴ്വരയിലെ താമര, പിന്നെ അവിടെ താമരയെന്നും, പിന്നെ അവിടെ പറഞ്ഞിരിക്കുന്ന മറ്റു ചില വിഷയങ്ങളുണ്ട്. അവിടെ മുള്ളുകളുടെ ഇടയിലെ താമരയെന്നും, ഷാരോനിലെ പനനീർ പുഷ്പമെന്നും, വെണ്മയും ചുവപ്പുമുള്ളവനെന്നും, 10,000 പേരിൽ സുന്ദരൻ, 10,000 പേരിലും സുന്ദരൻ, പിന്നെ പറയുന്നു സർവാംഗ സുന്ദരൻ. ഇതൊക്കെ ഉത്തമഗീതത്തിൽ നമ്മുടെ കർത്താവിനെ കുറിച്ച് പറയുന്നതാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് ശരിയാണോ? ശരിയാന്നേ, ഞാൻ പറഞ്ഞത് ശരിയാ, ശലോമോൻ പറഞ്ഞത് ശരിയാ. കാരണം ശലോമോൻ പറഞ്ഞത് അവന്റെ ബാഹ്യ സൗന്ദര്യത്തെ നോക്കിയിട്ടല്ല പറഞ്ഞത്. ശലോമോൻ അവന്റെ അകത്ത് വ്യാപരിച്ച ആന്തരിക സൗന്ദര്യത്തെ നോക്കിയിട്ട ശലോമോൻ നമ്മുടെ കർത്താവിനെ വർണ്ണിച്ചത്. നമ്മുടെ കർത്താവിന്റെ ബാഹ്യ സൗന്ദര്യമല്ല, നമ്മുടെ കർത്താവിന്റെ അകത്ത് വ്യാപരിച്ച ആന്തരിക സൗന്ദര്യം. എബ്രായ ലേഖനകർത്താവ് 7-ാം അധ്യായത്തിന്റെ 26-ാം വാക്യത്തിനകത്ത് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേർപെട്ടവൻ. നമ്മുടെ കർത്താവ് ആരാന്നറിയോ? പരമപരിശുദ്ധൻ. പാപം അറിഞ്ഞിട്ടില്ലാത്ത, പാപത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ലാത്ത, പാപത്തെക്കുറിച്ച് ആർക്കും ബോധ്യം വരുത്താൻ കഴിയാത്ത, ഇനി അല്പം കൂടി വേദശാസ്ത്രപരമായി പറഞ്ഞ ജന്മം കൊണ്ടും ജന്മഭാവവും കർമ്മഭാവവും ഇല്ലാത്ത, പാപമെന്തെന്നറിഞ്ഞിട്ടില്ലാത്ത അതിപരിശുദ്ധനാണ് നമ്മുടെ കർത്താവ്. നമ്മുടെ കർത്താവിന്റെ സൗന്ദര്യം ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് വിളിച്ചു പറയാം. നമ്മുടെ കർത്താവിന്റെ സൗന്ദര്യം പുറമെ കണ്ടതല്ല, അവന്റെ അകത്ത് വ്യാപരിച്ച വിശുദ്ധിയാണെങ്കിൽ, ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെ പുറമെ നമ്മൾ കാണിക്കുന്നതൊന്നും അല്ല നമ്മുടെ സൗന്ദര്യം. നമ്മുടെ അകത്ത് വെളിപ്പെടുന്ന വിശുദ്ധിയുടെ സൗന്ദര്യത്തെയാ ഇന്ന് രാത്രി അഗ്നിജ്വാലയ്ക്കൊത്ത് കണ്ണുള്ളവൻ നോക്കുന്നതെന്ന് മറന്നു പോകരുത്. മാറി. പെന്തക്കോസ്തിന്റെ ആദ്യ കാലഘട്ടമൊക്കെ മാറിപ്പോയല്ലോ. ഇന്ന് ഒന്നും പറയണ്ട. സ്തോത്രം. സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ പെരുപ്പം പെന്തക്കോസുകാരുടെ വീട്ടിനകത്തോട്ടും ഇങ്ങനെ കയറി നിൽക്കുകയാണ്. എന്തിനേറെ പറയുന്നു, ശുശ്രൂഷകന്മാർ പോലും മുഖത്തൊക്കെ പുട്ടിയൊക്കെ ഇട്ട് പെയിന്റൊക്കെ അടിച്ച്
പോകുന്ന ഒരു കാലഘട്ടമായി. നമ്മുടെ കാലഘട്ടം മാറിയപ്പോ ഇന്ന് പകൽ ദൈവം നോക്കുന്നതിന്റെ പുറമേയുള്ള ഭംഗിയല്ലെന്നേ, നീ പുറമേ മോടി പിടിപ്പിക്കുന്നതിനെ നോക്കുന്ന ഒരു ദൈവത്തെ അല്ല ഇന്ന് രാത്രി ഇതിന്റെ നടുവിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയുന്നത്. നിന്റെ പുറമേയുള്ള ആകാര സൗന്ദര്യം എന്തു തന്നെ ആയിരുന്നാലും നിന്റെ അകമേ വ്യാപരിക്കുന്ന വിശുദ്ധിയെ നോക്കിക്കാണുന്ന ഒരു ദൈവപുത്രൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പോട്ടെ, ഞാൻ ആ ഭാഗം വിട്ട് ഇനി 10-15 മിനിറ്റ് മുമ്പിലുള്ളൂ. രണ്ടാം ഭാഗത്തേക്ക് വരാം. രണ്ടാം ഭാഗം പറയുന്നത് നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. സ്തോത്രം. നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. എവിടെയാ നമുക്ക് മകന് നൽകിയെന്നറിയാമോ? അതറിയണമെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം വായിക്കണം. നമുക്ക് സുപരിചിതമായ വാക്യം ഒന്ന് വായിച്ചേ. യോഹന്നാൻ 3:16 ഒന്ന് വായിച്ചേ. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന്, നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവം അവനെ എന്തോ എഴുതിയിരിക്കുന്ന പദം എന്നറിയാവോ? നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. നമുക്ക് ഒരു മകനെ നൽകിയിരിക്കുന്നു. നമുക്കൊരു മകനെ നൽകി. എന്തിനു വേണ്ടിയാ നൽകിയെന്നറിയാമോ? നാം നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന്. എത്ര പേർക്ക് എന്നോടൊപ്പം ഒന്ന് സ്തോത്രം പറയാൻ കഴിയും? ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് വിളിച്ചു പറയാം, യേശുവിനെ നൽകിയത് എന്തിനാന്ന് ചോദിച്ചാൽ നാം നിത്യജീവൻ പ്രാപിക്കേണ്ടതിനാ. ഒത്തിരി കാര്യം വിശദീകരിക്കാനുണ്ടെങ്കിലും വേഗത്തിൽ പോകാം. നമുക്ക് രോഗസൗഖ്യം തരാനാണെങ്കിൽ, രോഗസൗഖ്യം ഉണ്ടേ ഇല്ലെന്നല്ല, രോഗസൗഖ്യത്തിന്റെ എത്ര സാക്ഷ്യങ്ങളാണ് നമ്മൾ ഓരോ ദിവസം കേൾക്കുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്ര സാക്ഷ്യമുണ്ട്? എനിക്കൊരു രോഗസൗഖ്യം തരാനോ, എൻ്റെ കടം മാറ്റാനോ, എന്നെ വിദേശത്ത് അയക്കാനോ, എൻ്റെ കുഞ്ഞിന് BSc നേഴ്സിംഗിന് അഡ്മിഷൻ കിട്ടാനോ യേശുവിന് ഭൂമിയിലേക്ക് വരേണ്ട കാര്യമില്ലായിരുന്നു. ഇതിനൊന്നും യേശുവിന് ഭൂമിയിലേക്ക് വരേണ്ട ഒരു കാര്യവും ഇല്ലായിരുന്നെന്ന്. നിങ്ങളുടെ സ്തോത്രമെല്ലാം പോയോ? ദൈവം സ്വർഗത്തിലിരുന്ന് ഒന്ന് കൽപ്പിച്ചാ മതി, അവന്റെ കടാക്ഷം നമ്മുടെ മേലൊന്ന് വീണാ മതി. ഏത് വിഷയത്തിനാ പരിഹാരമുണ്ടാകാത്തത്? മരിച്ചവരെ പോലും പഴയ നിയമത്തിൽ ഉയർപ്പിക്കപ്പെട്ടു. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് വിളിച്ചു പറയാം, എന്നാ സ്വർഗത്തിലിരുന്നു കൊണ്ട് ദൈവത്തിന് ചെയ്യാൻ കഴിയാതിരുന്ന ഒരു കാര്യം, മനുഷ്യൻ നശിച്ചു പോകുന്ന മനുഷ്യന് നിത്യജീവൻ കൊടുക്കുവാൻ സ്വർഗത്തിലിരുന്നു കൊണ്ട് ദൈവത്തിന് കഴിയാതിരുന്നത് കൊണ്ട് മകനെ നമുക്ക് വേണ്ടി നൽകുവാനിടയായി തീർന്നു. ഞാൻ പറയുന്നത് എത്ര പേർക്ക് മനസ്സിലായി? ഇന്ന് രാത്രി ഇതിനകത്ത് വന്നിരിക്കുമ്പോ ഒരു രോഗസൗഖ്യത്തിന് വേണ്ടി ഇതിനകത്ത് ഇരിക്കല്ലേ? അതൊക്കെ സുവിശേഷത്തിന്റെ ഏറ്റവും ചെറിയ ഭാഗമാ. സുവിശേഷ പ്രസംഗം നടക്കുന്നിടത്ത് രോഗസൗഖ്യം നടക്കും. സുവിശേഷ പ്രസംഗം നടക്കുന്നിടത്ത് ഭൂതം വിട്ടുപോകും. സുവിശേഷ പ്രസംഗം നടക്കുന്നിടത്ത് വഴികൾ തുറക്കും. സുവിശേഷ പ്രസംഗം നടക്കുന്നിടത്ത് അത്ഭുതങ്ങൾ സംഭവിക്കും. എന്നാൽ അതല്ല നമ്മുടെ വിഷയം. നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ജനം നിത്യജീവൻ പ്രാപിക്കണം. സമയത്തിന്റെ ചുരുക്കമുള്ളത് കൊണ്ട് ഞാൻ പറയാം, ഈ നിത്യജീവൻ എന്നൊക്കെ പറയുന്നത് എന്താന്ന് ചോദിച്ചാ, നിത്യനായ ദൈവത്തോടൊപ്പം മനുഷ്യന് കൂട്ടായ്മ ആചരിക്കാനുള്ള അവന് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹമാണ് നിത്യജീവൻ. ആദിമ മനുഷ്യൻ പാവം, ഇന്നലെ കർത്തദാസൻ ഒത്തിരി വിഷയങ്ങൾ അതുമായി സംസാരിച്ചതുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് കിടക്കുന്നില്ല. ആദിമ മനുഷ്യൻ പാവം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നുപോയപ്പോൾ അവന് നഷ്ടപ്പെട്ട 3 കാര്യങ്ങളാ. 1, അവന് നഷ്ടപ്പെട്ടത് നിത്യജീവൻ, ദൈവത്തോടുള്ള കൂട്ടായ്മ നഷ്ടപ്പെട്ടു. 2, അവന് നഷ്ടപ്പെട്ടതാണ് ദൈവത്തിന്റെ വിശുദ്ധി. 3, അവന് നഷ്ടപ്പെട്ടതാണ് ദൈവത്തിന്റെ തേജസ്. ആദിമ മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നുപോയപ്പോൾ അവന് 3 കാര്യങ്ങൾ നഷ്ടപ്പെട്ടു. ദൈവത്തോടുള്ള കൂട്ടായ്മ നഷ്ടപ്പെട്ടു. ദൈവത്തോടുള്ള കൂട്ടായ്മയാണ് നിത്യജീവനെന്ന് യോഹന്നാൻ വിശേഷിപ്പിക്കുന്ന കാര്യം. ദൈവത്തോടുള്ള കൂട്ടായ്മ മാറിപ്പോയി. നമ്മൾ അതൊരു സിമ്പിളായിട്ട് ഉദാഹരണം പറഞ്ഞാൽ, എൻ്റെ കയ്യിൽ ഈ ഫോണുണ്ട്. ഈ ഫോണിനകത്ത് ഈ ഫ്ലൈറ്റ് മോഡ് എന്ന് പറയുന്ന സംവിധാനമുണ്ട്. ഞാൻ ഈ ഫ്ലൈറ്റ് മോഡിനകത്തേക്ക് ഞെക്കിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ എത്ര വിളിച്ചാലും കോള് പോകത്തില്ല. ഈ പാവം ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്തോ സംഭവിച്ചു വെച്ചാൽ, ഇതിനകത്ത് സിമ്മുണ്ട്, പക്ഷെ സിമ്മിൽ നിന്ന് കോള് പോകത്തില്ല. അതുപോലെ ഈ പാവം ചെയ്തപ്പോൾ എന്തോ സംഭവിച്ചെന്നറിയാമോ? ദൈവത്തോടുള്ള കണക്ഷൻ വിട്ടുപോയി, ഫ്ലൈറ്റ് മോഡിൽ കിടക്കുക. ഇവിടെ ജനിക്കുന്ന സകല മനുഷ്യനും ഫ്ലൈറ്റ് മോഡിലാണ് ജനിച്ചു വീഴുന്നേ. പക്ഷെ അവനവർക്ക് സിമ്മുണ്ട്, ആത്മാവകത്തുണ്ട്, പക്ഷെ ദൈവത്തോട് ബന്ധമില്ല. ദൈവത്തോട് ബന്ധമില്ലാതായിപ്പോയി എന്ന് പറഞ്ഞ നിത്യജീവൻ നഷ്ടപ്പെട്ടു. 2, അവന്റെ വിശുദ്ധി നഷ്ടപ്പെട്ടു. ഇനി അവൻ എത്ര ശ്രമിച്ചാലും അവന് വിശുദ്ധരായിട്ട് ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് കണ്ണുനീരോടെ നമ്മുടെ പൗലോസ് പറയുന്നത്, ഞാൻ ഇച്ഛിക്കുന്ന നന്മ ആണെങ്കിലും ചെയ്യുന്നതൊക്കെയും തിന്മയാണ്. മരണത്തിനധീനമായി ഈ ശരീരത്തിൽ നിന്ന് ആരെന്നെ വിടുവിക്കും?
അവന് വിശുദ്ധി നഷ്ടപ്പെട്ടു, പിന്നെ ദൈവ തേജസ് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് 3 കാര്യങ്ങൾ അവന് നഷ്ടപ്പെട്ടു. ഈ 3 കാര്യങ്ങൾ നഷ്ടപ്പെട്ടപ്പോ അവന് 2 കാര്യങ്ങൾ ദൈവം ഗ്രാൻഡായിട്ട് അങ്ങ് കൊടുത്തു. 3 കാര്യം നഷ്ടപ്പെട്ടു, 2 കാര്യം ഗ്രാൻഡായിട്ട് കൊടുത്തു. അതെന്തൊക്കെയാണെന്നറിയാമോ? ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധി. 3 കാര്യം നഷ്ടപ്പെട്ടു, 2 കാര്യം അവന് ഗ്രാൻഡായിട്ട് കൊടുത്തേക്കുവാ. ജനിച്ചു വീഴുന്ന സകല മനുഷ്യനും 1 മരണം, 2 നിത്യന്യായവിധി. ഇതിന്ന് ഒഴിവാകാൻ ആർക്കും കഴിയത്തില്ല. ഇനി ഏത് വലിയ കുടുംബത്തിൽ ജനിച്ചെന്ന് പറഞ്ഞാലും, തോമാസ് ലീഗയുടെ പാരമ്പര്യം പറഞ്ഞാലും, ഇനി പള്ളി വെച്ചു കൊടുത്തെന്ന് പറഞ്ഞാലും, സ്തോത്രം, ഈ 2 കാര്യത്തിൽ നിന്ന് ഒഴിവാക്കത്തില്ല കേട്ടോ. മരണം വരുമ്പം പോയേ ഒക്കൂ. മരണത്തിൽ അങ്ങോട്ട് അവസാനിക്കത്തില്ല. നീ മരിച്ചല്ലോ, തീർന്നു, എല്ലാം തീർന്നുകൊണ്ടിരിക്കുക. എവിടാ വരാൻ പോകുന്ന ഒരു നിത്യന്യായവിധി? ഒരു നിത്യന്യായവിധിയുടെ ദിവസമുണ്ട്. അവിടെ നിന്ന് ഒഴിവാകാൻ കഴിയത്തില്ലെന്ന് ഇന്ന് രാത്രി ഞങ്ങൾ വിളിച്ചു പറയട്ടെ. എങ്കിൽ ഈ മകനെ നമുക്ക് എന്തിനാ നൽകിയത്? എന്റെ സമയം ഇങ്ങനെ തീരാറായി. എന്തിനാ ഈ മകനെ നൽകിയത്? മകനെ നൽകിയതിന്റെ 1ാമത്തെ കാര്യം ഇത്രയുള്ളൂ: നാം നിത്യജീവൻ പ്രാപിക്കേണ്ടതിന്. നിത്യജീവൻ പ്രാപിക്കണം, അവന്റെ വിശുദ്ധി പ്രാപിക്കണം, അവന്റെ തേജസ് പ്രാപിക്കണം. റോമാലേഖനം വളരെ മനോഹരമായി അതിനെ വേദശാസ്ത്രപരമായി വ്യാഖ്യാനിച്ചിരിക്കുന്നു. നാം എന്ത് പ്രാപിക്കണമെന്നറിയാമോ? നീതീകരണം പ്രാപിക്കണം, വിശുദ്ധീകരണം പ്രാപിക്കണം, ഒടുവിലൊരു തേജസ്കരണം പ്രാപിക്കണം. പ്രൈസ് ദി ലോർഡ്. പിന്നെ 2 കാര്യങ്ങൾ നമ്മളെ നീക്കിക്കളയണം. 1 മരണം, മറ്റൊന്ന് നിത്യ ന്യായവിധി. അതിനുവേണ്ടിയാണ് പുത്രനെ നൽകി തന്നത്. ഞാൻ മറ്റു കാര്യങ്ങൾ ഒന്നും ആ ഭാഗത്തൊന്നും പറയുന്നില്ല, സമയത്തിന്റെ ചുരുക്കം കൊണ്ട് അവിടെ അവസാനിപ്പിക്കണമല്ലോ. ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെക്കുറിച്ചും അതിലൂടെ ലഭ്യമായ വിടുതലുകളൊക്കെ പറയാൻ ആഗ്രഹമുണ്ടെങ്കിലും അവിടെ നിൽക്കാതെ ഞാൻ അവസാനത്തെ ഭാഗത്തിൽ കൂടെ വന്ന് ഞാൻ അങ്ങ് അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. അവസാനത്തെ ഭാഗം ഇങ്ങനെയാണ്: ആധിപത്യം അവന്റെ തോളിലിരിക്കും. സ്തോത്രം, ഹല്ലേലൂയ. ആധിപത്യം, പുത്രനെ നമുക്ക് നൽകി തന്നു. അടുത്ത ആധിപത്യം അവന്റെ തോളിലിരിക്കും. ആധിപത്യം നമ്മുടെ കർത്താവിന്റെ തോളിൽ വരാൻ പോകുന്ന ദിവസം, ഈ സകല ഭൂമിയുടെയും മേൽ ആധിപത്യത്തോടെ അവൻ ഇറങ്ങി വരാൻ പോകുന്ന ദിവസം സമാഗതമായി കൊണ്ടിരിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ 6-7 വാക്യങ്ങൾക്കകത്ത് പറയുന്നു: സർവശക്തിയുള്ള ദൈവമായ നമ്മുടെ കർത്താവ് രാജത്വമേറ്റിരിക്കുന്നു. സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജത്വമേറ്റിരിക്കുന്നു. ഞാൻ മുൻപേ പറഞ്ഞ 2 പ്രവചനങ്ങളും നിവർത്തിയായെങ്കിൽ, നിവർത്തിയാകാനുള്ള ഒരു പ്രവചനത്തെയാ ഇന്ന് അവസാനം എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. രാജത്വം നമ്മുടെ കർത്താവ് പ്രാപിച്ച് ഈ ഭൂമിയിലേക്ക് അവൻ മടങ്ങി വരാൻ പോവുകയാ. സെഖരിയാവിന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോ അതിന്റെ 14-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ പറയുന്നു: യഹോവ സർവഭൂമിക്കും രാജാവാകും. അന്നാളിൽ യഹോവ ഏകനും അവന്റെ നാമം ഏകവുമായിരിക്കും. സ്തോത്രം. നല്ലൊരു സ്തോത്രം പറഞ്ഞാട്ടെ. എനിക്ക് വിശദീകരിക്കണമെന്ന് ഞാനുണ്ട്, സമയമില്ല. പക്ഷേ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നമ്മുടെ കർത്താവ് വരും. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ പറയുന്ന 1000 ആണ്ട് അവൻ ഈ ഭൂമിയിൽ രാജാവായി വാഴും. ഇവിടെയുള്ള സകല ഭരണകൂടങ്ങൾക്കും അറുതി വരും. ഇവിടത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങളും ഇനി അല്ല, LDF ആയാലും UDF ആയാലും നരേന്ദ്രമോദി ആയാലും ട്രംപ് ആയാലും പുടിനായാലും എല്ലാ അധികാരങ്ങൾക്കും അറുതി വരുത്തിയിട്ടോ ഇവിടെ യേശുവിന്റെ രാജ്യം സ്ഥാപിക്കാൻ പോവുകയാ. സ്തോത്രം, ഹല്ലേലൂയ. നശ്വരമായ പല രാജ്യങ്ങളും പല രാഷ്ട്രങ്ങളും സ്ഥാപിക്കുവാൻ വേണ്ടി ഇവിടെ പലരും ശ്രമിച്ചുകൊണ്ട് ഓടി നടക്കുമ്പോ, ഇന്ന് പെന്തക്കോസ്തിന്റെ കൂട്ടത്തിലും പലരും രാഷ്ട്രീയക്കാർക്ക് വേണ്ടി കൊടി പിടിക്കാനും മത്സരിക്കാനും നടക്കുമ്പോ, ഇന്ന് രാത്രി ഇതിന്റെ നടുവിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയട്ടെ, നമ്മൾ നോക്കി പാർക്കുന്നത് ഈ ഭൂമിയിൽ യേശുവിന്റെ രാജ്യമാകയാൽ മറ്റെല്ലാത്തിൽ നിന്നും ഒഴിവുള്ളവരായി നിൽക്കട്ടെ. മറ്റെല്ലാത്തിൽ നിന്നും ഒഴിവുള്ളവരായി നിൽക്കട്ടെ. യേശു ഭൂമിയെ ഭരിക്കാൻ വരാൻ പോവുകയാ. 1000 ആണ്ട് സകല ഭരണകൂടങ്ങൾക്കും അറുതി വരുത്തിയിട്ട് യേശു കർത്താവ് ഈ ഭൂമിയിൽ ഭരണം നടത്താൻ പോവുകയാ. ഒലിവുമലയിലേക്ക് നമ്മുടെ കർത്താവ് ഇറങ്ങി വരും. ആരോടുകൂടെയാണെന്നറിയാമോ? തന്റെ സകല വിശുദ്ധന്മാരുമായി. സെഖരിയാവിന്റെ പുസ്തകം വായിക്കേണ്ട. സെഖരിയാവിന്റെ പുസ്തകത്തിൽ പറയുന്നു, തന്റെ സകല വിശുദ്ധന്മാരോടും കൂടി യേശു ഭൂമിയിലേക്ക് ഇറങ്ങി വരും. ആരായി വിശുദ്ധന്മാർ? വേദപുസ്തകം പഠിക്കുമ്പോ ആ ഒലിവുമലയിലേക്ക് ഇറങ്ങി വരുന്നതിന്റെ കൂട്ടത്തിൽ തേജസ്കരിക്കപ്പെട്ട വിശുദ്ധന്മാരുടെ 3 കൂട്ടമുണ്ട്. അതിൽ 1ാമത്തെ കൂട്ടം നമ്മളാ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളാകുന്ന ദൈവസഭ. ഈ ശരീരത്തോടല്ല നമ്മൾ അന്ന് വരുന്നത്. നമ്മൾ തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടുകൂടി
തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായത്തിന്റെ 16 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നത് പോലെ നാം തേജസ് പ്രാപിക്കും. ഈ മൺമയമായ ശരീരം വിട്ട് വിൺമയമായ ശരീരം പ്രാപിച്ച്, ഈ ദ്രവത്വമുള്ളത് വിട്ട് അദ്രവത്വമായ ശരീരം പ്രാപിച്ച് നാം തേജസ്കരിക്കപ്പെട്ട് യേശു തേജസ്സിന്റെ പൂർണ്ണതയായിരിക്കുന്നത് പോലെ തേജസ്സുള്ള കർത്താവിനെ കാണുവാൻ തേജസ്സോടെ എടുക്കപ്പെട്ട ദൈവസഭ ഈ 1000 ആണ്ട് വാഴ്ചയിൽ നമ്മുടെ കർത്താവിനോട് കൂടെ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരും. ഒരു കൂട്ടരുണ്ട്. ദാനിയേൽ പ്രവചനം എടുക്കേണ്ട 12-ാം അധ്യായം 2-ാം വാക്യമാണ്. അവിടെ പഴയ നിയമ ഭക്തന്മാർ അവരും തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടെ ഭൂമിയിലേക്ക് ഇറങ്ങി വരും. മൂന്നാമതൊരു കൂട്ടരുണ്ട്. മഹോപദ്രവ കാലത്ത് മൃഗത്തിന്റെ മുദ്രയേൽക്കാതെ മഹോപദ്രവം, എതിർ ക്രിസ്തുവിന്റെ മഹോപദ്രവ കാലത്ത് പീഡനം സഹിച്ചും കഷ്ടം സഹിച്ചും രക്തസാക്ഷികളായി മാറിയ മഹോപദ്രവ കാലത്തെ രക്തസാക്ഷികളുടെ ഒരു കൂട്ടം അവരും തേജസ്കരണം പ്രാപിച്ച് ഭൂമിയിലേക്ക് ഇറങ്ങി വരും. ഇവിടെ ഒരു ജനമുണ്ടാകും. ആ ജനം ഏതാണെന്നറിയാമോ? മഹോപദ്രവ കാലത്ത് യഹൂദനോട് ചേർന്ന് നിന്ന ഒരു കൂട്ടം ജനം. മഹോപദ്രവകാലത്ത് യഹൂദനെ കൈവിടാതെ അവരോട് ചേർന്ന് നിന്ന ജനം. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ നമുക്ക് കാണുന്നു, തേജസ്സിന്റെ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് കർത്താവ് ന്യായം വിധിച്ച് ചെമ്മരിയാടുകളെയും കോലാടുകളെയും വേർതിരിക്കുമ്പോൾ ഒരു കൂട്ടത്തെ വേർതിരിക്കും. ആ കൂട്ടം ഇവിടെ ഭൂമിയിൽ കാണും. അവർ ഈ ശരീരത്തോടെ ഭൂമിയിൽ കാണും. നമ്മൾ തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടെ ഭൂമിയിൽ ഇറങ്ങി വരും. 1000 ആണ്ട് നമ്മുടെ കർത്താവ് ഈ ഭൂമിയെ ഭരിക്കും. നീതിയുള്ളൊരു ഭരണം, അഴിമതിയില്ലാത്ത, സ്വജനപക്ഷപാതമില്ലാത്ത, അല്ലെങ്കിൽ കുറച്ചുകൂടെ പറഞ്ഞാൽ തമ്മിത്തല്ലില്ലാത്ത, യുദ്ധങ്ങളില്ലാത്ത ഒരു ഭരണം. ട്രംപ് വിചാരിച്ചാലൊന്നും ഇവിടുത്തെ ഒരു യുദ്ധവും തീരത്തില്ലെന്നേ. ഇവിടുത്തെ ഭീകരപ്രവർത്തനവും തീരത്തില്ല. ഇത് തീരുന്ന നമ്മുടെ കർത്താവിൻ്റെ വരവിലേ തീരത്തുള്ളൂ. നമ്മുടെ കർത്താവിൻ്റെ വരവിൽ ഉപദ്യാവിൻ്റെ പുസ്തകം 17-ാം വാക്യം എടുത്ത് വായിക്കേണ്ട. 17-18 വാക്യത്തിൽ പറയുന്ന അന്ന് ഏശാവ് ഗ്രഹം താളടിയാവും എന്നാ പറഞ്ഞേക്കുന്നേ. ആരാ ഏശാവ് ഗ്രഹം എന്ന് ഞാൻ വിശദീകരിക്കണ്ടല്ലേ? എല്ലാ തീവ്രവാദ പ്രസ്ഥാനങ്ങളും താളടിയാകും. ട്രംപ് വിചാരിച്ച താളടിയാവത്തില്ല. നമ്മുടെ കർത്താവ് വരുമ്പോ അത് താളടിയാവുക തന്നെ ചെയ്യും. സ്തോത്രം. ഇവിടെ സമാധാനം വരുത്തുന്നതിനെ കുറിച്ച് പറയുമ്പോ 46 സങ്കീർത്തനം 46:9 എന്ന് വായിച്ചേ, പെട്ടെന്ന് വായിച്ചേ. സങ്കീർത്തനം 46:9 എടുത്തോ. കോരഹപുത്രന്മാരുടെ അനുഗ്രഹീതമായ സങ്കീർത്തനമാണ് 46 സങ്കീർത്തനത്തിന്റെ 9-ാം വാക്യം. അവൻ ഭൂമിയുടെ അറ്റം വരെയും യുദ്ധങ്ങളെ നിർത്തൽ ചെയ്യും. അവൻ വില്ലൊടിച്ച് കുന്തം മുറിച്ച് രഥങ്ങളെ തീയിലിട്ട് ചുട്ടുകളയും. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ഇന്ന് കോടിക്കണക്കിന് രൂപ മുടക്കി ഉണ്ടാക്കി വെച്ചേക്കുന്ന റാഫേൽ വിമാനങ്ങളും ആറ്റം ബോംബുകളും സകല യുദ്ധ ടാങ്കുകളെയും തീക്കകത്തിട്ട് ചുട്ടുകളഞ്ഞിട്ട് ഒരൊറ്റ ആയുധവും ഭൂമിയിലില്ലാത്ത സമാധാനത്തെ പുനഃസ്ഥാപിച്ചുകൊണ്ട് ഇസ്രായേലിൽ യെരൂശലേമിൽ നമ്മുടെ യേശു കർത്താവ് രാജാതി രാജാവായി 1000 ആണ്ട് ഈ ഭൂമിയെ ഭരിക്കും. നിങ്ങൾക്ക് സന്തോഷമുണ്ടോ? മേടിച്ചു കൂട്ടിട്ട് കോടിക്കണക്കിന് ഡോളർ മുടക്കി മേടിച്ചു കൂട്ടുന്ന സകല ആയുധങ്ങളും തീയിലിട്ട് ചുട്ടുകളയാരാ? ഇത് മുഴുവൻ തീക്കകത്തിട്ട് ചുട്ടുകളയുമെന്ന്, ഇതൊന്നും ആർക്കും പ്രയോജനപ്പെടത്തില്ലെന്ന്. എന്നിട്ട് ഈ ലോകം മുഴുവൻ യുദ്ധങ്ങളെ നിർത്തൽ ചെയ്തിട്ട് സമാധാനപൂർണമായൊരു ഭരണം, ലഹരിയില്ലാത്ത, കഞ്ചാവില്ലാത്ത, LSD ഇല്ലാത്ത, MDMA ഇല്ലാത്ത ഒരു ഭരണം. സ്തോത്രം. ഒന്ന് സ്തോത്രം പറയാവോ നിങ്ങൾക്ക്? അന്ന് നമ്മൾ യേശു കർത്താവിനോടൊപ്പം രാജാക്കന്മാരായി ഭൂമി ഭരിക്കും. രാജ്യവും പുരോഹിതന്മാരുമാക്കി നമ്മളെ വെച്ചിരിക്കുന്നുവെന്ന് ആ വെളിപ്പാട് പുസ്തകം പറയുന്നത്. എനിക്ക് നിർത്തി പറയണമെന്നുള്ള സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നമ്മൾ രാജാക്കന്മാരായി ഭൂമിയിൽ വാഴും. എന്തിനാ ഈ 1000 ആണ്ട് വാഴ്ച വെച്ചേക്കെന്നറിയാമോ? മഹോപദ്രവ കാലത്തിനും അത് കഴിഞ്ഞ് വെള്ളസിംഹാസനത്തിലെ ന്യായവിധിക്കും ഇടയ്ക്ക് ഒരു 1000 ആണ്ട് വാഴ്ച. 5 വർഷം കൊണ്ട് മാറിപ്പോകുന്ന ഭരണകൂടമല്ല. സ്തോത്രം. അല്ലെങ്കിൽ 3 ടേണോ 4 ടേണോ രാജ്യം ഭരിച്ചിട്ട് മാറിപ്പോകുന്ന ഒരു ഭരണകൂടമല്ല. 1000 ആണ്ട് ഈ ഭൂമിയെ ഭരിക്കും. എന്തിനാണെന്നറിയാമോ? നമ്മൾ എവിടെയാണോ നിന്ദിക്കപ്പെട്ടത്, എവിടെയാണോ നമ്മൾ കല്ലേറുകൊണ്ടത്, എവിടെയാണോ നമ്മൾ തള്ളിക്കളയപ്പെട്ടത്, എവിടെയാണോ നമ്മളെ പരിഹസിച്ചത്, എവിടെയാണോ നമ്മൾ വാളിനിരയാക്കപ്പെട്ടത്, എവിടെയാണോ തലകീഴായി ക്രൂശിക്കപ്പെട്ടത്, നമ്മെ പരിഹസിച്ച, നമ്മെ തള്ളിക്കളഞ്ഞ, നമ്മെ മാറ്റി നിർത്തിയ ഈ ഭൂമിയിൽ നമ്മൾ രാജാക്കന്മാരായി യേശുവിനോടൊപ്പം ഈ ഭൂമിയെ ഭരിക്കും. അത് കഴിഞ്ഞിട്ട്
ഈ ഭൂമിക്ക് സംഭവിക്കാൻ പോകുന്നത് എന്താണെന്നറിയാമോ? ഈ ഭൂമി മാറിപ്പോകും, ആകാശം ഒഴിഞ്ഞു പോകും, പുതിയ ആകാശവും പുതിയ ഭൂമിയും വരും. എന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും വരുന്നതിന് മുമ്പ് നമ്മൾ നിന്ദിക്കപ്പെട്ട, പരിഹസിക്കപ്പെട്ട, നമ്മൾ തെറികേട്ട, നമ്മളെ മാറ്റി നിർത്തിയ നമ്മുടെ പ്രിയപ്പെട്ടവർ രക്തസാക്ഷികളായ ഈ ഭൂമിയിൽ നമ്മൾ രാജാക്കന്മാരായി ഈ ഭൂമിയിൽ വാഴും. വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ടോ? ആ ഭരണത്തിനകത്ത് നിങ്ങൾക്കും പങ്കാളിയാകാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒറ്റ മാർഗമേ ഉള്ളൂ. ഈ ശരീരത്തിലിരിക്കുമ്പോ യേശുവിനെ അറിയണം, ഈ ശരീരത്തിലിരിക്കുമ്പോ യേശുവിനെ വിശ്വസിക്കണം. രാജാതി രാജാവായി നമ്മുടെ കർത്താവ് ഭൂമുഖത്തേക്ക് വരികയാ. എല്ലാവർക്കും ഒരു നിമിഷം ദൈവസന്നിധിയിൽ എഴുന്നേക്കാം. എല്ലാ പ്രിയപ്പെട്ടവരും ദൈവസന്നിധിയിൽ എഴുന്നേറ്റാട്ടെ. ഓ ഹല്ലേലൂയ. കണ്ണുകളെ നമുക്ക് ദൈവസന്നിധിയിൽ നടക്കാം, നമ്മെ തന്നെ ദൈവകരങ്ങളിലൊന്ന് ഏൽപ്പിക്കാം. രാജാതി രാജാവായി 1000 ആണ്ട് ഭൂമിയെ ഭരിക്കുവാൻ നമ്മുടെ കർത്താവ് വരികയാ. നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. 2 പ്രവചനങ്ങൾക്ക് പൂർത്തീകരണം സംഭവിച്ചു. ഇതാ 3ാമത്തെ ഒരു പ്രവചനത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാ. 1000 ആണ്ട് ഭൂമിയെ ഭരിക്കാൻ വരുന്ന നമ്മുടെ കർത്താവിനോടൊപ്പം നമ്മൾ രാജാക്കന്മാരായി ഈ ഭൂമിയെ ഭരിക്കാൻ പോവുകയാ. രാജാതി രാജാവായ, രാജാതി രാജാവായ, സർവശക്തനായ, സകല ഭൂമിയുടെ മേലും അധികാരമുള്ള, സകല ഭൂമുഖത്തുനിന്ന് സകല ആയുധങ്ങളെയും നീക്കം ചെയ്തിട്ടോ ഈ സമാധാനവും സകല. ഇവിടെ ഒരു കോടതിയുമില്ല, ഇവിടെ ഒരു പോലീസ് സ്റ്റേഷനുമില്ല, ഇവിടെ ഒരു ജയിലുമില്ല, ഒരു അശുദ്ധനും ഭൂമിയിലില്ല. വിശുദ്ധന്മാരുടെ ഒരു കൂട്ടം ഭൂമിയിൽ. ഇന്ന് രാത്രി പ്രത്യാശയോടെ നമുക്കൊരു പാട്ടിന്റെ ചില ഈരടികൾ ചേർന്ന് പാടാം. ഹല്ലേലൂയ.